അധികാരത്തിന്റെ കാസ്റ്റയൺ കൊണ്ട് വൻമതിൽ കിട്ടിയ ചൈനയ്ക്ക് ശേഷം അതിദാരിദ്ര്യം ഇല്ലാതാക്കിയ ലോകത്തിലെ ഒരേയൊരു പ്രദേശം നമ്മുടെ കൊച്ചു കേരളം എന്ന വചനപ്രഘോഷണങ്ങൾ, ആഘോഷരാവുകൾ, നക്ഷത്ര എഴുന്നള്ളിപ്പുകൾ, കോടിക്കോടികൾ, PR മാമാങ്കം, തിരക്കുകളൊക്കെ കഴിഞ്ഞെങ്കിൽ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ജീവിക്കാനുള്ള വല്ലാത്തൊരു കൊതിയിൽ ആരും സഹായിക്കാനില്ലാത്തവന്റെ വേദനയും രോഷവും നീർന്നൊരു ഓഡിയോ ക്ലിപ്പ്. ആ സാധു മനുഷ്യന്റെ ശബ്ദമൊന്ന് കേൾക്കാൻ കനിവുണ്ടാകണം. വീടിനും നാടിനും വേണ്ടി ഓടി നടന്നവൻ, രാവന്തിയോളം കഷ്ടപ്പെട്ട ശരീരമാണ് വീണുപോയതൊരു നെഞ്ചുവേദനയിൽ. അടിയന്തരമായി ആൻജിയോഗ്രാം അടക്കം ചികിത്സകൾ പറഞ്ഞ് 108 ആംബുലൻസ് കിട്ടാൻ വൈകിയപ്പോൾ ഇല്ലാത്ത പണം മുടക്കി ഒരു ആംബുലൻസിൽ പാഞ്ഞെത്തിയതാണ്. ഏതെങ്കിലും താലൂക്ക് ആശുപത്രിയിലേക്കല്ല, ആ ഭരണകേന്ദ്രത്തിന് 3/4 കിലോമീറ്റർ മാത്രം അകലെ ആരോഗ്യമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള മെഡിക്കൽ കോളേജിലേക്കാണ്. അധികാരമില്ലാത്തവനോട്, പാങ്ങില്ലാത്തവനോട് സംവിധാനത്തിന്റെ പെരുമാറ്റം എന്താണ് എന്ന് പ്രിയ സുഹൃത്തിനോട് സാക്ഷ്യം പറയലാണ് പിന്നീട് വേണു. നായ്ക്കളെ നോക്കുന്നൊരു നോട്ടം പോലും ഇവർ നോക്കുന്നില്ല അൻവറെ. ആശ്രയമില്ലാത്തവൻ അത്താണിയാവേണ്ട ഈ കേന്ദ്രം ഓരോ ജീവന്റെയും ശാപം പേറുന്ന ഒരു നരകഭൂമിയാണ്, അഴിമതി കൂത്തരങ്ങാണ്. അൻവർ സാദത്തെ, എന്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ ഈ ശബ്ദം ലോകം കേൾക്കണം. ജീവിക്കാനാണ് ഇന്നലെ ഉച്ചയ്ക്ക് ആ ശബ്ദം പറഞ്ഞതെങ്കിൽ ഈ രാത്രി ആ മനുഷ്യന്റെ വല്ലാത്ത വിധി സ്വപ്നങ്ങൾ ബാക്കിയാക്കി എരിഞ്ഞൊടുങ്ങലാണ്. അന്ത്യകർമ്മങ്ങൾക്കൊടുവിൽ പട്ടടയാണ്. ആകസ്മിക മരണമല്ല, അനാസ്ഥയുടെ ജീർണാവസ്ഥയിൽ ഈ സിസ്റ്റം കൊന്നുകളഞ്ഞതാണ് കൊലപാതകം. കോർപ്പറേറ്റ് ആശുപത്രിയിൽ പോവാൻ കാശില്ലാത്തവന്റെ ഗതികെട്ട അവസ്ഥയാണ്, നരകയാതന. ആദ്യം പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി ആ ഓഡിയോ ക്ലിപ്പെങ്ങാനും കേട്ടുകളയല്ലേ. ആരോഗ്യ കേരളത്തെ തകർക്കാനെന്തോ ഗൂഢനീക്കമെന്നൊക്കെ പറഞ്ഞു കളയും. ആ മരണം പോലും അപകീർത്തിക്കാണെന്ന് വെണ്ടയ്ക്കാൻ നിരത്തും. AC റൂം, എലിവാണം മോഡൽ, എലൈറ്റ് കാപട്യങ്ങൾ, പുരസ്കാരദാഹികൾ. അതായി കഴിഞ്ഞ മാസമാണ് അതേ കുറ്റത്തിന്, കാശില്ലാത്ത അതേ കുറ്റത്തിന്, അങ്ങേയറ്റത്തെ അനാസ്ഥയിൽ ഒരു 8 വയസ്സുകാരി കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റി ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത പ്രാരാബ്ധ മനുഷ്യർ റോട്ടിൽ അന്താളിച്ചു നിൽപ്പാണ്, ഗീർവാണവടിയല്ലാതെ. ആ കുഞ്ഞ് സ്വന്തം വീട്ടിലെ കുഞ്ഞാണെങ്കിൽ കാണിക്കോ സാറന്മാരെ നാറിയ പണി. ബാക്കിയുള്ള ഒറ്റക്കൈയിൽ 10 രൂപയെങ്കിലും വെച്ചു കൊടുത്തോ ഈ സർക്കാർ? എന്തിനാണ് ഈ വെറും വാക്കിന്റെ വഞ്ചന? കാശില്ലെങ്കിലും ഈ സംവിധാനം ചേർത്ത് പിടിക്കും, കാക്കും എന്ന വിശ്വാസം നെഞ്ചിൽ പൊത്തി ജീവൻ കാക്കാൻ ഓടിയെത്തിയ മനുഷ്യൻ രായ്ക്കുരാമാനം നരകയാതിനുള്ള മരണസാക്ഷ്യവും പറഞ്ഞ് സന്തോഷമറിയാത്ത വേദനയിൽ എരിഞ്ഞൊടുങ്ങിയെങ്കിൽ എന്തോന്ന് സാറന്മാരെ ഹെൽത്ത് ഇൻഡെക്സുകൾ, എന്തോന്ന് കാണ്ടം കണക്കുകൾ, എന്തോന്ന് അമേരിക്കയിൽ നിന്ന് ആരോഗ്യ കേരളം ഒലക്കയാണ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. മരിച്ചുപോയ വേണുവിന്റെ ഭാര്യ സിന്ധു, ശ്രീ റെജി ലൂക്കോസ്, ഡോക്ടർ NM അരുൺ, ശ്രീ MK ഹരിദാസ്, പാലക്കാട് കൈമുറിച്ചു മാറ്റി 8 വയസ്സുകാരി കുഞ്ഞിന്റെ അമ്മ പ്രസിദ്ധ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഹാർട്ട് പ്രശ്നങ്ങൾ കാരണം ഈ കഴിഞ്ഞ മാസം 31-നാണ് വേണു കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോകുന്നത്. അവിടെ പരിശോധനകളിൽ പ്രശ്നം ഗുരുതരമാണെന്ന് മനസ്സിലാക്കുന്നു. എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ പോകാൻ പറയുന്നു. സമയം വൈകാതെ മെഡിക്കൽ കോളേജിലേക്ക്, അതിനിടയ്ക്ക് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലുണ്ട്, അവിടെ ഒന്നും ഒരു കാര്യമില്ല. മെഡിക്കൽ കോളേജിലേക്ക് പാഞ്ഞെത്തിയതാണ്. 1-ാം തീയതി, 2, 3, 4, 5-ാം തീയതി, അതായത് ഇന്ന് 6-ാം തീയതിയാണ്. അതായത് ഇന്നലെയാണ് വേണു മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് സുഹൃത്തിന് അയച്ചതാണ് ശബ്ദ സന്ദേശം. അത് മൊത്തത്തിൽ പ്രേക്ഷകർ ഒന്ന് കേൾക്കണം. അൻവർ, ഇവിടെ അങ്ങ് ഭയങ്കര അഴിമതിയുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൊത്തത്തില് സമൂല അഴിമതി കൊണ്ട് ആറാടിയിരിക്കുക. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലയോ, അത് വാസ്തവം തന്നെ. അത് മനസ്സിലായില്ലയോ? കണ്ണൂര് ഒരു ഹോസ്പിറ്റലിനകത്ത് കയറി ഒരു ഡോക്ടറെയും 12 സിസ്റ്ററേയും കയറി കൈകാര്യം ചെയ്തില്ലേ ഒരു പിതാവ്. അതൊക്കെ അവനവന്റെ മാനസിക ധർമ്മത്തിനനുസരിച്ച് ചെയ്തു പോകുന്നത്. അത് കറക്റ്റാ. അത് കാരണം ആ രീതിയിൽ തിരുവനന്തപുരത്തോട് ചെയ്ത് വെക്കേണ്ടതായിട്ട് കൂടി കാര്യങ്ങൾ വന്നു ചേർന്നിരിക്കുക. ഒരു മനുഷ്യൻ വന്ന് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസോ എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരക്ഷരം ശബ്ദിക്കത്തില്ല. ഒരക്ഷരം അവര് മറുപടി പറയത്തില്ല. നമ്മൾ യൂണിഫോം ഇട്ടിരിക്കുന്ന ഒരാളിനോട് നമ്മളൊരു കാര്യം നമ്മൾ അറിയാൻ വേണ്ടി ചോദിച്ചാല് നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും അവർ നോക്കാൻ ശ്രമിക്കത്തില്ല, ഒന്ന് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഒരു മറുപടി പിന്നീടാകട്ടെ പറയത്ത് പോലും ഇല്ല. ഇവിടെ കൈക്കൂലിയുടെ ഏറ്റവും വലിയ ബഹളം. ഞാന് ഈ ആശുപത്രിയിൽ ഞാൻ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച രാത്രി ഞാനിവിടെ വന്ന എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മനസ്സിലായില്ലയോ? എമർജൻസി ആൻജിയോഗ്രാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നിരുന്ന വെള്ളിയാഴ്ച വൈകിട്ട്. ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, ഇന്ന് ബുധൻ, ഇന്ന് 6 ദിവസം തികയും. എമർജൻസി ആയിട്ട് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വേഗം പോകുന്ന ആംബുലൻസ് പിടിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകണമെന്നും പറഞ്ഞ് വിട്ട് എമർജൻസി ആയിട്ട് തിരുവനന്തപുരത്തേക്ക് പറഞ്ഞിട്ട് ഒരു പേഷ്യന്റ് അൻവർ സാദ ഞാൻ ഇന്ന് 5-ാമത്തെ ദിവസം ഇവർ എൻ്റെ പേരിൽ കാണിക്കുന്ന ഈ നിരാലംബതയും ഈ ഉദാസീനതയും ഈ ഒരു കാര്യപ്രാപ്തി ഇല്ലായ്മ ഇത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അൻവർ സാദ. ഇതിനിടയ്ക്ക് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന റൗണ്ട്സ് എന്നെ പരിശോധിക്കാൻ പറ്റുന്ന ഡോക്ടറിനോട് ഞാൻ പലതവണ ചോദിച്ചു.
എനിക്ക് എൻ്റെ പേരിലുള്ള ഈ ചികിത്സ എപ്പോൾ നടക്കും എന്നുള്ളത് അവർക്ക് ഒരു കാരണവശാലും യാതൊരുവിധ ഐഡിയ ഇല്ല. ഒരു ഐഡിയ ഇല്ല. ഇവരിനി കൈക്കൂലി വാങ്ങിച്ചുകൊണ്ടാണോ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. ആ രീതിയിലുള്ള സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എക്കോ എടുക്കുന്നതിനും പിന്നെ നമ്മുടെ ഈ ഒരു കേസ് ഞാൻ എൻ്റെ പേര് ഞാൻ പറഞ്ഞു അതിനെടുക്കുന്നതിലൂടെ 5 ദിവസം എമർജൻസി പേഷ്യന്റിനെ കൊണ്ട് അവിടെ കൊണ്ടിരിക്കുക. തിരുവനന്തപുരം എന്നുള്ള ഒരു നാട്ടിൽ സാധാരണ ഒരു കുടുംബത്തിൽപ്പെട്ട 2 പേര് അവിടെ നിൽക്കണമെങ്കിൽ ഒരു ദിവസം പ്രതിദിനം എത്ര രൂപ ചെലവാകുമെന്ന് അൻവർ അറിയാം. ഇത് സാധാരണക്കാരെ കൊണ്ടുവന്ന് ഇവിടെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ ആശ്രയവുമായിരിക്കേണ്ട ഈ സർക്കാർ ആതുരാലയം വെറും വിഴുപ്പുകെട്ടുകളുടെ അല്ലെങ്കിൽ ശാപങ്ങളുടെ പർദീസയായി മാറിക്കൊണ്ടിരിക്കുക. ഓരോ ജീവന്റെയും ശാപം നിറഞ്ഞിരിക്കുന്ന ഒരു ഭൂമി, ഒരു നരക ഭൂമി തന്നെ വേണം ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് പറയാൻ. എന്തു അന്വേഷണത്തെ ഞാൻ കറക്റ്റായിട്ട് അടിപിന്നകത്ത് വന്ന് വീണുപോയി. അത്രയേ ഉള്ളൂ. അടിപിന്നകത്ത് ഞാൻ വന്ന് വീണുപോയി. ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടിയിട്ട് അന്വേഷണത്തിന് വിളിച്ചു. എനിക്ക് എന്തെങ്കിലും എൻ്റെ ജീവന് എന്തെങ്കിലും അപായം സംഭവിച്ചാൽ എൻ്റെ ഈ ജീവൻ വെച്ച് വെറും നിസ്സാരമായിട്ട് കാര്യങ്ങൾ നോക്കിക്കാണുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഞാൻ അത് വെളിവാകത്തക്ക രീതിയിൽ ഞാനൊരു വോയിസ് ഇട്ടിട്ടുണ്ട്. ഈ വോയിസ് അഥവാ എൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഉദാസീനത കൊണ്ടും ഈ ഒരു അലംഭാവം കൊണ്ട് എൻ്റെ ജീവൻ എന്തെങ്കിലും ഒരു ഭീഷണി എന്തെങ്കിലും ഒരു ആപത്തോ സംഭവിച്ചാൽ അൻവർ സാദെ ആ വോയിസ് എൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ നിനക്ക് അയച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഈ പുറം ലോകത്തെ അറിയിക്കണം. ഒരു 3-4 മിനിറ്റ് നീളമുള്ള ശബ്ദ സന്ദേശമാണ് ഒരു മരിച്ച മനുഷ്യൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് വേണു മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം പറയുന്നതാണ്. ആ ശബ്ദം പുറം ലോകം മൊത്തത്തിൽ കേൾക്കണമെന്ന് മരിച്ച മനുഷ്യൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ക്ഷമിക്കണം, അത് കുറച്ച് ദൈർഘ്യം കൂടിയെങ്കിലും അത് മുഴുവൻ എന്താണ് കേൾപ്പിച്ചത്. മരിച്ചവരോടുള്ള ഉത്തരവാദിത്വം ജീവിച്ചിരിക്കുന്നവർക്കുണ്ട്. ഇനി മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ട് പ്രതികരണം നടത്തി. സാധാരണ പ്രതികരണമാണ് ഈ പറയുന്ന രീതിയിൽ. ഇപ്പോൾ നമ്മൾ ആ പാലക്കാട്ട് കുഞ്ഞിൻ്റെ കൈ മുറിച്ചപ്പോൾ വന്നിരുന്ന് ഏതോ അന്താരാഷ്ട്ര ഗവേഷണ പ്രബന്ധമൊക്കെ പൊക്കിക്കാണിച്ച് എന്തോ സാങ്കേതിക പദാവലിയൊക്കെ പറഞ്ഞുള്ള അത്ര വിശദമായി പോയില്ല. അതുടനെ വരും. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പ്രതികരണം കേൾക്കാം. ആൻജിയോഗ്രാമിൻ്റെ ടൈം കഴിഞ്ഞിരുന്നു. അത് 24 hours കഴിഞ്ഞ് എവോൾഡ് MI എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആൻജിയോഗ്രാമിൻ്റെ ടൈം കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് റീനൽ ഫംഗ്ഷൻ ക്രിയാറ്റിൻ കുറച്ച് എലിവേറ്റഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് പിന്നെ ആൻജിയോഗ്രാം ചെയ്യാവുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. അതുകൊണ്ട് മെഡിക്കൽ മാനേജ്മെൻറ്റ് ആയിരുന്നു കാർഡിയോളജിക്കാർ പ്രിസ്ക്രൈബ് ചെയ്തത്. മെഡിക്കൽ മാനേജ്മെൻറ്റ് തന്നെയാണ് തുടർന്നുകൊണ്ടിരുന്നത്. അങ്ങനെ യാതൊരു ചികിത്സാ പിഴവും ഉണ്ടായിട്ടില്ല. കാരണം പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സ കൊടുത്തിട്ടുണ്ടെന്ന് കാർഡിയോളജി പ്രൊഫസർമാർ വ്യക്തമായിട്ട് നമുക്ക് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അവർ പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ചികിത്സ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയിലെ പ്രൊഫസർമാർ പറയുമ്പോൾ പിന്നെ നമ്മളത് റെഫ്യൂട്ട് ചെയ്യാൻ നെഗേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊരു ചിരിയാണ്, എന്തൊരു കോൺഫിഡൻസ് ആണ്, എന്തൊരു ആത്മവിശ്വാസത്തോടെയാണ് ഇതൊക്കെ പറയുന്നത്. വ്യാജമാണെന്ന് അതിന് എന്തൊരു ആത്മവിശ്വാസമാണ് ഈ സൂപ്രണ്ട് അതൊക്കെ എന്ന് പറയുന്നത്. നോക്കൂ, ഒരു സാധു മനുഷ്യൻ മരിച്ച്, ഒരു സാധു മനുഷ്യൻ ചികിത്സാ വിശ്വാസത്തിൽ അങ്ങോട്ടേക്ക് വന്ന് 4-5 ദിവസം ഈ പറയുന്ന എന്താണ് രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥയ്ക്കുള്ള അത് തിരിച്ചറിയാതെ അതിനുള്ള ചികിത്സ കൊടുക്കാതെ ഒരു മനുഷ്യൻ മരിച്ചു പോയപ്പോഴേക്കും ചിരിച്ചുകൊണ്ട് പറയാണ് സൂപ്രണ്ട് ഗംഭീരമായി. വേണുവിൻ്റെ ഭാര്യ സിന്ധുവിലെ കാതിഞ്ഞ പോലെ. സിന്ധുവിനോട് ക്ഷമിക്കണം, താങ്കളുടെ ഭർത്താവിൻ്റെ സംസ്കാരം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. വലിയ വേദനയുടെ അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ ചർച്ചയിൽ വിധിച്ചിരുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നതും ശരിയല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഈ കാര്യങ്ങൾ കേരളം അറിയേണ്ടതാണ്. നന്നായി പറയാൻ താങ്കളല്ല മറ്റാരുമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആശുപത്രിയിലേക്ക് പോയപ്പോൾ കൃത്യമായി ഇപ്പോൾ ഈ ഡോക്ടർ പറയുന്നത് മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. അങ്ങനാണോ? ആൻജിയോഗ്രാം ചെയ്യാൻ നിവൃത്തിയില്ലായിരുന്നു നിങ്ങളോട് പറഞ്ഞിരുന്നോ സിന്ധു? അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നത് തന്നെ ഈ ഒരു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ മോശമാണ്. അതായത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അവർക്ക് അവിടെ എമർജൻസി ആൻജിയോഗ്രാം ഇല്ല. സോ ഈ പേഷ്യൻറ്റിനെ അവിടെ വെയിറ്റ് ചെയ്യിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്താണോ അത് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സജസ്റ്റ് ചെയ്തു, ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുക എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ 108 ആംബുലൻസ് വിളിച്ച സമയത്ത് ആംബുലൻസ് അടുത്ത പ്രദേശത്തെങ്ങും അവൈലബിൾ അല്ലായിരുന്നു. എല്ലാം ദൂരെ ഓട്ടം പോയേക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ ഒരുപാട് വീക്കാണെന്ന് പറഞ്ഞു. സോ ഞങ്ങൾ ചവറയിൽ നിന്ന് ഒരു
ക്യാഷ് എല്ലാം പറഞ്ഞ് ഉറപ്പിച്ചു. ചവറിൽ നിന്നാണ് ഒരു ആംബുലൻസ് വരുത്തിച്ച് ഞങ്ങൾ കൊല്ലത്തുനിന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ എത്തുന്നത് കൃത്യം 8:30 അവിടെ എത്തി. അതിനുശേഷം അവിടെ ചെന്നു. അവിടുത്തെ OPയിൽ കാണിക്കുന്നു, എല്ലാം എഴുതിയെടുത്തു. പിന്നെ അവിടുത്തെ ഒരു ഡോക്ടർ വന്നെല്ലാം നോക്കി. എന്നിട്ട് കാർഡിയോളജിയെ കാണാൻ പറയുന്നു. കാർഡിയോളജിയെ കണ്ടു, എല്ലാം എഴുതി. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഒരു ECG എടുക്കാൻ പറയുന്നു. ECG എടുത്തപ്പോൾ ECGയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് GRBS ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളോട് പറഞ്ഞു വാർഡ് 28ലേക്ക് മാറ്റുന്നത് പറഞ്ഞു. ഒരു അറ്റാക്കുള്ള പേഷ്യനെ വാർഡ് 28ലേക്ക് മാറ്റുമ്പോൾ വാർഡ് 28 M6 എന്നാണ് എഴുതി തന്നത്. പക്ഷേ M6 എന്ന് പറയുമ്പോൾ ആ ബെഡിൻ്റെ നമ്പറാണ് M6. എൻ്റെ ഹസ്ബൻഡ് അറ്റാക്ക് ആയിട്ട് ചെന്നിട്ട് അവിടെ കിടന്നത് വെറും തറയിൽ. ആദ്യത്തെ ദിവസം രാത്രി 8:30 ഞങ്ങൾ ചെന്ന ശേഷം വാങ്ങിക്കാൻ പോകാത്തതുകൊണ്ട് തുണി വിരിച്ചാണ് ആ തറയിൽ കിടന്നത്. എന്നിട്ട് ഈ 8:30 ചെല്ലുന്ന പേഷ്യൻസ്, അതായത് പേഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സിന്ധു ഇവിടെ എന്താണ് അവിടെ ഈ പന്തലൊക്കെ ഉണ്ട്, അത് പൊളിക്കുന്നതിന് ശബ്ദമൊക്കെയാണ് കേട്ടോ, സങ്കടമാണ് സിന്ധു. അതായത് കൊല്ലത്ത് നിന്ന് കുഴപ്പമില്ല സിന്ധു, കൊല്ലത്ത് നിന്ന് ഇതുപോലെ ആശുപത്രി അങ്ങോട്ട് റെഫർ ചെയ്യുന്നതുകൊണ്ടാണ് ഈ വേണുവിൻ്റെ ആരോഗ്യാവസ്ഥ അത്രയും പ്രശ്നമാണ് എന്നൊന്ന് നെഞ്ചുവേദനയായിട്ട് പോയി ബ്ലഡ് ടെസ്റ്റ് നടത്തി അത്രയും ഗുരുതര ആരോഗ്യ പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് വിടുന്നത്. അങ്ങോട്ടേക്ക് പോയി തറയിൽ കിടത്തി അല്ലേ? അതെ, തറയിൽ കിടന്നു. കാരണം അവിടെ പേഷ്യൻസ് വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്കില്ല വെള്ളം ഒഴുകി വരുന്ന രീതിയിലാണ് പേഷ്യൻസ്. അവർക്ക് ഇരിക്കാനോ കിടക്കാനോ ഒന്നും സ്ഥലമില്ല. ആ രീതിയിലാണ് പേഷ്യൻസ് ഒഴുകി വരുന്നത്. അവർ കിട്ടുന്ന സ്ഥലത്ത്, ഇച്ചിരിച്ച സ്ഥലത്ത് ഓരോ തുണി വിരിച്ച് അവിടെ ഇരിക്കുന്നു, കിടക്കുന്നു. അതിൻ്റെ ഇടയിലൂടെയാണ് ഈ വീൽ ചെയർ ഉരുട്ടുന്നതായാലും ട്രോളി ഉരുട്ടിക്കൊണ്ട് വന്നത് പേഷ്യൻസിനെ ഇരുത്തിക്കൊണ്ട് ഉരുട്ടുന്നത്. നമ്മൾ അന്നേരം ഒന്ന് മാറിക്കൊടുക്കണം. നമ്മുടെ ദേഹത്ത് തട്ടാതിരിക്കണമെങ്കിൽ നമ്മൾ മാറിക്കൊടുത്തേ പറ്റൂ. എന്നിട്ട് 8:30 ഞങ്ങൾ അവിടെ വാർഡ് 28 അഡ്മിറ്റായി. അതിനുശേഷം ഹസ്ബൻഡിന് എന്നെ 1 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ 8:30 ഇവിടെ വന്ന് കിടന്നു, എനിക്ക് ഇതുവരെ ഒരു ടാബ്ലറ്റ് പോലും ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല, നീ ചെന്നൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു 2-3 ചാർട്ട് ഷീറ്റും കൂടെ ഉണ്ട്, അത് നോക്കിയിട്ട് വേണുവിന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഏകദേശം ഒരു 2 മണിയായപ്പോഴാണ് ഫസ്റ്റ് ടാബ്ലറ്റ് അവിടെ നിന്ന് കിട്ടുന്നത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും അടുത്ത സൺഡേ ഞായറാഴ്ച അതുപോലെ 10-11 മണിയാകുമ്പോൾ വീണ്ടും ഡോക്ടർ വരുന്നു, ചെക്ക് ചെയ്യുന്നു. സ്ഥിരം ടാബ്ലറ്റ്, അതായത് ബ്ലഡ് കട്ട് പിടിക്കാനുള്ള ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ BPയുടെയും കൊളസ്ട്രോളിൻ്റെയൊക്കെ ടാബ്ലറ്റ്സ് തന്നു. പിന്നെ വീണ്ടും അതിനുശേഷം രാത്രിയിൽ വീണ്ടും അടുത്ത ഡോക്ടർ വരുന്നു. എന്നിട്ട് പറയുന്നു അച്ഛനെ ഒരു കാര്യം ചെയ്യണം, പേഷ്യൻ്റിന് ഒരു കാര്യം ചെയ്യണം, നമ്മുടെ കാർഡിയോളജി OPയിൽ ഒന്ന് കൊണ്ട് കാണിക്കണം. നാളെ മൺഡേ ആണ്, കാർഡിയോളജി OP ഉണ്ട്. 8 മണിക്ക് ചെന്ന് ബുക്ക് ചെയ്യുക, 9 മണി പേഷ്യൻറ്റിനെ കൊണ്ടുവരണം. ഞാൻ അവിടെ 8 മണിക്ക് തന്നെ, അതായത് 5:30 HDS ലാബിൽ ബ്ലഡ് കൊടുക്കാൻ പോയിട്ട് വലിയൊരു ക്യൂ കഴിഞ്ഞ് 7:30 ഞാൻ തിരിച്ച് പേഷ്യൻ്റെ അടുത്ത് എത്തി. എന്നിട്ട് 7:48 ആയപ്പോഴേ 8 മണിക്ക് അവിടെ ചെല്ലണമല്ലോ എന്ന് വിചാരിച്ച് 7:48 ആയപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറയുന്നു ഞാൻ പോയി OP ടോക്കൺ എടുത്തുകൊണ്ട് അപ്പോഴത്തേക്ക് ഒന്ന് ഒരുങ്ങിയിരിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ OP ടോക്കൺ എടുക്കാൻ പോന്നു. അവിടെ OP ടോക്കൺ എന്നോട് 8 മണി എന്ന് പറഞ്ഞുകൊണ്ട് 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് കിട്ടിയ 2ാമത്തെ ടോക്കണായിരുന്നു. ഞാൻ എടുക്കുന്നു, തിരിച്ചു വന്നു. എന്നിട്ട് 10 മണിയാകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഞാൻ അവിടെ OPയുടെ മുന്നിൽ എത്തിച്ചു, കാർഡിയോളജിയുടെ. എന്നിട്ട് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. ഡോക്ടർ ഇങ്ങനെ ഫസ്റ്റ് പേഷ്യൻ്റ് ഇല്ലായിരുന്നു, 2ാമത്തെ പേഷ്യൻ്റായ എൻ്റെ ഹസ്ബൻഡ് തന്നെ ഫസ്റ്റ് കയറി. എന്നിട്ട് ഇങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു ഇത് ECG എല്ലാം നോക്കി. അന്നേരം ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു സാറേ എനിക്ക് 2 പെൺമക്കളാണ്, എൻ്റെ ആൻജിയോഗ്രാം എത്രയും പെട്ടെന്ന് നടത്തി തരണം, എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് മുകളിലുള്ള ഡോക്ടറെ വിളിക്കുന്നു. മുകളിലുള്ള ഡോക്ടറെ വിളിച്ചിട്ട് പറയുന്നു ICUവിൽ ഇത്ര വാർഡിൽ ഇത്ര പേഷ്യൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറയുന്നു വി ക്യാൻ, ഇംഗ്ലീഷിൽ തന്നെ പറയുവാണ്, വി ക്യാൻ ഗിവ് ആൻജിയോഗ്രാം ഫോർ ദിസ് പേഷ്യൻറ്റ് ഓൺ വെനസ്ഡേ ഓർ ഫ്രൈഡേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കേട്ടു. എന്നിട്ട് ഞാൻ പറയുന്നത് വേണുണ്ട് വിഷമിക്കേണ്ട, ബുധനാഴ്ച അല്ലെ വെള്ളിയാഴ്ച വേണുണ്ട് ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റും. കാരണം പുള്ളി ഇച്ചിരി ടെൻസ്ഡാണ് ഈ ഒരു രോഗം വന്ന്. കാരണം 2 പെൺമക്കളാണ് പുള്ളിക്ക്. പണ്ടും ഇതുപോലെ സ്ട്രോക്ക് വന്നപ്പോൾ ഇതുപോലെയാണ്, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഡോക്ടർമാരുടെ തൊഴുതു നിന്ന ഒരു മനുഷ്യനാണ് കണ്ണുനീരോട്. അന്ന് പൂർവാധികം ശക്തിയോടുകൂടെ തിരിച്ചു വന്നു. ഇത്രയും വർഷം ഓട്ടോ ഓടി ജീവിച്ചു. എന്നിട്ട് ഇപ്പം ഈ ഒരു അറ്റാക്ക് വന്നത്. അല്ല സിന്ധു, അതായത് നമുക്ക് ബുധനാഴ്ചയോ തിങ്കളാഴ്ചയോ ആൻജിയോഗ്രാം ചെയ്യാം എന്ന് ഡോക്ടർമാർ പറഞ്ഞു, നിങ്ങൾ നേരിട്ട് കേട്ടു അല്ലേ? അല്ല, ബുധനാഴ്ച വെള്ളിയാഴ്ചയോ അപ്പൊ ഈ സൂപ്രണ്ട് പറയുന്നത് കള്ളമല്ലേ സിന്ധു? ഫ്രൈഡേ
അപ്പൊ ഈ സൂപ്രണ്ട് ഇപ്പൊ പറയുന്നത് ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇവിടെ വന്നപ്പോൾ സമയം കഴിഞ്ഞു പോയി, ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, എന്തോ ക്രിയാറ്റിൻ കുറവായിരുന്നു, എന്തോ അതങ്ങനെ നീർക്കെട്ടായിരുന്നു. പറഞ്ഞ പറഞ്ഞിട്ടില്ല. കള്ളമല്ലേ? നോ, അല്ല. ആ ക്രിയാറ്റിൻ കുറവാണെന്ന് അവർ ഒരിക്കലും എന്നോട് മരിച്ച് പൊതിഞ്ഞ് എൻ്റെ കയ്യിൽ തരുന്ന സമയത്ത് പോലും അവർ എന്നോട് അത് പറഞ്ഞിട്ടില്ലായിരുന്നു. എന്നിട്ട് എന്നെ വാർഡ് 20 നിന്ന് എൻ്റെ ഹസ്ബൻഡിനെ വാർഡ് 2 ഷിഫ്റ്റ് ചെയ്തു. ഞാൻ അവിടുത്തെ എന്താണ് സിസ്റ്റേഴ്സിനെ കണ്ടു. ഞാൻ പറഞ്ഞു വാർഡ് 2 ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു. അവിടുത്തെ ടാബ്ലറ്റ്സ് വാങ്ങിക്കൊണ്ട് വാർഡ് ഷിഫ്റ്റിൽ വേറൊരു സിസ്റ്റർ വഴി ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് നല്ല രീതിയിൽ അങ്ങ് തലവേദന കൂടി. ഈ തലവേദന കൂടിയ സമയത്ത് ഞാൻ അവിടെ മെഡിസിൻ സിസ്റ്റേഴ്സ് ഇരിക്കുന്ന റൂമിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു, വേണു എന്ന പേഷ്യൻ്റ് തലവേദനയുണ്ട്, മരുന്ന് എന്തെങ്കിലും തരാൻ പറ്റുമോ? അത് വേണു എന്ന പേഷ്യൻ്റ് ഇപ്പം ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, ഉടനെ ഒന്നും ടാബ്ലറ്റ് തരാൻ പറ്റത്തില്ല, ഡോക്ടർ വന്ന് നോക്കട്ടെ എന്താ ഇതാന്നൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങൾക്ക് ടാബ്ലറ്റ് തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു സംസാരം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇത് തോന്നി. ഞാൻ തിരിച്ചു വന്നു. ഞാൻ പറഞ്ഞു, വേണ്ട, അവർ ടാബ്ലറ്റ് തരുന്നില്ല, ഡോക്ടർ വന്ന് കൺസൾട്ട് ചെയ്തിട്ട് ശേഷം മാത്രമേ ടാബ്ലറ്റ് തരൂ. ഒന്നുകിൽ ഒരു കാര്യം ചെയ്യും, എൻ്റെ കയ്യിൽ പാരസെറ്റമോൾ ഞാൻ തരാം എന്ന് പറഞ്ഞ് ഞാൻ പാരസെറ്റമോൾ കൊടുക്കുന്നു. അദ്ദേഹം കഴിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. എനിക്ക് തോന്നുന്നു ഒരു 20 അല്ലെങ്കിൽ 30 മിനിറ്റ്സ് നല്ലതുപോലെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് ഈ ചെറിയുടെ ഭാഗത്തും അതേപോലെ നമ്മുടെ കയ്യിലും ഒരു പെരുപ്പ് പോലെ തോന്നി. അങ്ങനെ എന്നെ വിളിച്ചിട്ട് പറയേണ്ടി എനിക്കിവിടെ ചുണ്ടും എൻ്റെ ഇതൊക്കെ പെരുക്കുന്നു എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, പെട്ടെന്ന് ഇനിയിപ്പോൾ ഇവിടെ സിസ്റ്ററോട് പറഞ്ഞു. ഞാൻ അങ്ങനെ പെട്ടെന്ന് ഞാൻ ചെന്നിട്ട് പറയുന്നു, ഞാൻ നേരത്തെ ഇവിടെ വന്ന് പറഞ്ഞു വേണു എന്ന പേഷ്യൻ്റ് തലവേദനയുണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ചില്ല, ഇപ്പോൾ ദാണ്ട് കൈക്ക് പെരുപ്പുണ്ടെന്ന് പറയുന്നു, ചുണ്ട് ഇതാകുന്നു ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഡോക്ടറെ വിളിച്ചോളാൻ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു. കുറച്ച് കഴിയുമ്പോൾ ഡോക്ടർ വന്നു. പിന്നെ എല്ലാം എഴുതിയെടുത്തു, സ്ലറിങ് ഓഫ് വേർഡ്സ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എഴുതി. പിന്നെ ഞങ്ങളെടുത്ത CT സ്കാനിൻ്റെ എല്ലാ റിസൾട്ടും ആ പേപ്പറിലെല്ലാം എഴുതി പിടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു സിസ്റ്ററെ കണ്ടിട്ട് ടാബ്ലറ്റ് വാങ്ങിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്ന് ടാബ്ലറ്റ് വാങ്ങിച്ചു, ഫുഡ് കൊടുത്തു, ടാബ്ലറ്റും ഒക്കെ കൊടുത്തു. അങ്ങനെ ആ സമയത്താണ് ആ ഡോക്ടർ പറഞ്ഞു, അച്ഛന് ഒരു കാര്യം ചെയ്ത് നമുക്ക് ബുധനാഴ്ച ആൻജിയോഗ്രാം നടത്താം. തിങ്കളാഴ്ചയാണ് ആ ഡോക്ടർ പറയുന്നത്. ആ ഡോക്ടർ ആ സമയത്തൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ബുധനാഴ്ച അച്ഛന് ഇങ്ങനെ പറഞ്ഞ അച്ഛന് ബുധനാഴ്ച നമുക്ക് ആൻജിയോഗ്രാം നടത്താം എന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് അന്ന് രാത്രിയിലും വീണ്ടും വരുന്നു, ചെക്ക് ചെയ്യുന്നു, ടാബ്ലറ്റ്സ് എഴുതി കൊടുത്ത് പോയി. ബ്ലഡ് റിസൾട്ട് ഉണ്ടായിരുന്നു തോന്നുന്നു, ഞാൻ കൊണ്ട് കൊടുത്തു. HDS ലാബിൽ കൊണ്ട് കൊടുത്തു. ആ റിസൾട്ട് കിട്ടി. ഞാൻ ഡോക്ടറെ ഏൽപ്പിച്ചു. റിസൾട്ട് നോക്കി ഡോക്ടർ എന്നോട് ക്രിയാറ്റിൻ കൂടുതൽ ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ആ ഒരു ട്യൂസ്ഡേ വീണ്ടും അതേപോലെ 11 മണിയാകുമ്പം വരുന്നു. ഡോക്ടർ 11 12 എനിക്ക് ഏത് ടൈം എടുത്തു. ആ സമയത്ത് വന്നു. വീണ്ടും ഈ ചാർട്ട് ഷീറ്റ് എല്ലാം എടുത്ത് നോക്കിയിട്ട് ഡോക്ടർ പറയുന്നു, അച്ഛന് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നാളെ ആൻജിയോഗ്രാം നടത്താം എന്ന് പറഞ്ഞു. എന്നിട്ട് വൈകുന്നേരം ഈ പുള്ളി ഇങ്ങനെ വേണമെന്ന് ഇങ്ങനെ വിചാരിച്ചു, നാളെ ആൻജിയോഗ്രാം നടത്താം, എൻ്റെ സ്വരമെല്ലാം ഒന്ന് അടഞ്ഞിരിക്കും, അപ്പോഴത്തേക്കൊന്ന് ശരിയാകും എന്ന് എന്നോട് പറഞ്ഞു. പോസിറ്റീവായിട്ട് എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ സമയത്ത് വീണ്ടും വൈകുന്നേരം സന്ധ്യ ആയപ്പോൾ ഒരു അറ്റൻഡർ വന്നിട്ട് ആൻജിയോഗ്രാമിലെ ലിസ്റ്റ് വായിച്ചപ്പോൾ വേണുവിൻ്റെ പേരില്ല. അന്നേരം വേണുവിനും പറഞ്ഞു, ഞാൻ ഈ പറയുന്ന അതിനുശേഷം ഉണ്ടായ എന്താണെന്ന് നമുക്കറിയാം. ഈ പറയുന്ന രീതിയിൽ എന്താണ് അവസ്ഥ എന്താണെന്ന് അറിയാം. ഇതിപ്പോൾ അവിടെ സംസ്കാരം കഴിഞ്ഞല്ലേ ഉള്ളൂ. താങ്കളെ അധികം നേരം ഇരുത്താൻ എന്നെ മനസ്സനുവദിക്കുന്നില്ല, ക്ഷമിക്കണം. ഓക്കെ, നമുക്ക് വീണ്ടും ഇരിക്കാം, വിശദമായ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം. എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. ഹലോ, പറയൂ സിന്ധു. അതുപോലെ ഈ തലവേദന കൂടി ഒരു ദിവസം രാത്രിയിൽ തലവേദന കൂടി ഒരു ദിവസം, അതായത് ഈ ട്യൂസ്ഡേ ഇത് ഡോക്ടർ വന്ന് നോക്കിയിട്ട് പോയ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് തലവേദന കൂടിയ സമയത്ത് ഞാൻ സിസ്റ്ററോട് ചെന്ന് ടാബ്ലറ്റ് ചോദിച്ചപ്പം ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാത്ത തരത്തിലെന്ന് പറഞ്ഞു. ഞാൻ വന്ന് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ ആ സമയത്ത് ആ വാർഡിലൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ വേറൊരു പേഷ്യൻറ്റിനെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, അതും ഡോക്ടറല്ലേ, തലവേദനയ്ക്ക് എന്തായാലും ഏതൊരു ഡോക്ടർക്കും ടാബ്ലറ്റ് തരാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഭയങ്കര തലവേദനയാണ്, എനിക്കൊരു ടാബ്ലറ്റ് തരാമോ? ഡോക്ടർ ആ പ്രിസ്ക്രിപ്ഷൻ ആ ബുക്ക് അങ്ങോട്ട് വാങ്ങിച്ച് മറിച്ച്, ഈ പേഷ്യൻറ്റ് ഞാനല്ല നോക്കുന്നത്, ഞാൻ നോക്കുന്നത് ഈ പേഷ്യൻറ്റിനെയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് ടാബ്ലറ്റ് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിന് എൻ്റെ ഹസ്ബൻഡ് സംസാരിച്ചു, നിങ്ങൾ ഡോക്ടറല്ലേ, ഒരു തലവേദനയ്ക്ക് നിങ്ങൾക്ക് തരാവുന്നേ ഉള്ളൂ. ഇങ്ങനെ കാര്യങ്ങളെല്ലാം പഠിച്ചാൽ മാത്രം പോരാ, ഈ ഹ്യൂമാനിറ്റി, ഒരു മനുഷ്യത്വം വേണം, മനുഷ്യൻ്റെ ജീവൻ വെച്ചല്ല കളിക്കേണ്ടതെന്ന് പറഞ്ഞ് അവിടെ ബഹളം വെക്കുന്നു. ഈ തലവേദന ഇടയ്ക്ക് ബഹളം വെച്ചാൽ വീണ്ടും തലവേദന കൂടുന്നു. ഞാൻ വീണ്ടും അവിടെ ചെന്ന് സിസ്റ്ററോട് പറയുന്നു തലവേദന കൂടി. എന്നിട്ട് മറ്റേ ഡോക്ടർ ഇങ്ങനെ ഷൗട്ട് ചെയ്തപ്പോഴത്തേക്ക് ആ ഡോക്ടർ പറഞ്ഞു, ഞാൻ അവിടെ ചെന്ന് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു.
എന്നിട്ട് ഞാനിവിടെ സിസ്റ്ററോട് വന്ന് തലവേദന കൂടിയെന്ന് പറഞ്ഞപ്പോഴും സിസ്റ്റർ പറയുന്ന ഒരു കാര്യം ചെയ്യും, തലവേദന കൂടുതലാണെങ്കിൽ MICCU 2 നിങ്ങളുടെ ഡോക്ടർ കാണാൻ പോയെന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ICU ആണ്, നമുക്ക് ഓപ്പൺ ചെയ്ത് ഒരാളുടെ പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റത്തില്ല. ഞാൻ ജസ്റ്റ് നോക്ക് ചെയ്തു, അവരെ തുറന്നില്ല. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ആ വരാന്തയിൽ ആരുമില്ല. അങ്ങനെ ഞാനും എൻ്റെ മോളും കൂടെ അങ്ങോട്ട് നടന്ന് ചെന്നു. ഫസ്റ്റ് ഒരു റൂമിൽ കുറച്ച് പേഷ്യൻസ്, ഒരു 3-4 പേഷ്യൻസ് ഉണ്ട്. പിന്നെ കുറച്ചുകൂടി നടന്നപ്പം ഒരു ഡോർ അടച്ചിട്ട് അവിടെ ചെന്ന് എൻ്റെ മോളാണ് കൊട്ടിയപ്പോഴത്തേക്ക് ആരും ഇറങ്ങി വന്നില്ല. അങ്ങനെ മോള് തിരിച്ച് ഇറങ്ങി നടന്നപ്പോഴത്തേക്ക് ഒരു സിസ്റ്റർ ഇങ്ങോട്ട് വന്നിട്ട് ഇത് ICU അല്ലേ, ഇത് ആരും എവിടെ ഇങ്ങനെ കൊട്ടിയെന്ന് ചോദിച്ചു. അന്നേരം എൻ്റെ മോള് പറഞ്ഞു എൻ്റെ അച്ഛന് തീരെ വലിയ തലവേദന അതുകൊണ്ട് വന്നു. അത് നിങ്ങൾ എവിടെയാണ് കിടക്കുന്നത്, ICUലാണ്? അന്നേരം പറഞ്ഞു അല്ല, എൻ്റെ അച്ഛൻ വാർഡിലാണ് കിടക്കുന്നത്. അതിന് ICUലെ പേഷ്യൻസിനെ മാത്രമേ ഇവിടെ നോക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇതിന് പുറത്ത് നമ്പർ എഴുതി വെച്ചിട്ട് ആ ഫോൺ നമ്പറിൽ വിളിക്കാൻ പറ്റും. ഞാൻ ആ ഫോൺ നമ്പർ ഒരു പെന്നെടുത്ത് എൻ്റെ കയ്യിൽ എഴുതിക്കൊണ്ട് ഞാൻ വന്ന് വിളിച്ചപ്പോൾ ICUലെ സിസ്റ്ററാണ് എടുക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നു ഇത് ഞാൻ പറഞ്ഞു വാർഡ് 2 ബെഡ് നമ്പർ പറഞ്ഞു കൊടുത്തു, E46X ആണെന്ന് തോന്നുന്നു. പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഈ പേഷ്യൻ്റ് വേണു, പേഷ്യൻ്റ് നല്ല തലവേദന ഉണ്ട്. അന്നേരം പറഞ്ഞു ഇത് വാർഡിൽ കിടക്കുന്ന പേഷ്യൻസ് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറല്ല, ICUലെ ഡോക്ടറാണ്. ഞാൻ പറഞ്ഞു പേഷ്യൻ്റ് തീരെ വയ്യ, തലവേദനയാണ്. അങ്ങനെ പേഷ്യൻ്റ് നെയിമും ഏജും എല്ലാം ചോദിച്ചിട്ട് ഓക്കെ പറഞ്ഞു വെച്ചു. 10 മിനിറ്റ് ആയിട്ടും ഡോക്ടർ വന്നില്ല. അങ്ങനെ ഞാൻ വീണ്ടും അവിടെ ചെന്നിട്ട് വീണ്ടും ഞാൻ വിളിച്ചപ്പം അവർ വീണ്ടും എടുത്തിട്ട് ചോദിച്ചു ആരാ. ഞാൻ പറഞ്ഞു ഞാൻ 10 മിനിറ്റ് മുന്നേ ഞാൻ വിളിച്ചു, ഹസ്ബൻഡ് തലവേദന ഇപ്പം വീണ്ടും കൂടിയിരിക്കുക. അന്നേരം അവർ വീണ്ടും ഇത് ICUലെ ഡോക്ടറാണ്, ഇവിടെ വേറെ ഡോക്ടേഴ്സ് ഒന്നുമില്ല. അപ്പോഴത്തെ ഹസ്ബൻഡ് ബഹളം വെച്ചു, നിങ്ങളൊരു ജീവൻ വെച്ചാണ് നിങ്ങൾ കളിക്കുന്നത്, ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ എന്ന് പറഞ്ഞ് ഞാനും കട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എവിടുന്നോ ഒരു ഡോക്ടർ ഓടി വന്നിട്ട് വേണു ആരാ ചോദിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു ഇതാണ് പേഷ്യൻ്റ്. അങ്ങനെ ഇങ്ങനെ ഷീറ്റെല്ലാം വാങ്ങിച്ച് നോക്കിയിട്ട് പറഞ്ഞു ചേട്ടന് നേരത്തെ ഇങ്ങനെ സ്ട്രോക്ക് വന്നിട്ടുള്ളല്ലേ, അതിൻ്റെ ആയിരിക്കാം തലവേദന. പക്ഷേ തലേന്ന് വന്ന കാർഡിയോളജി ഡോക്ടർ പറഞ്ഞു ഈ കാർഡിയോളജിയുടെ ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴും നമുക്ക് പൊതുവേ ഈ തലവേദനയൊക്കെ ഉണ്ടാകാം എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ രാത്രി വന്ന ഡോക്ടർ പറഞ്ഞു, ICU ഡോക്ടർ പറഞ്ഞു ഞാൻ ICUലെ ഡോക്ടറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പരിചയപ്പെടുന്നത്. അങ്ങനെ പറഞ്ഞു ഞാൻ പെട്ടെന്നുള്ള ഇതിന് വന്നത്. അന്നേരം എന്താ ഇപ്പോൾ പ്രശ്നം, തലവേദന. എന്നിട്ട് സിസ്റ്റർ അവിടെ നിൽപ്പുണ്ട്. സിസ്റ്ററോട് പറഞ്ഞ് പ്രോക്സിൻ ടാബ്ലറ്റ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു തലവേദനയ്ക്ക്. അന്നേരം ആ സിസ്റ്റർ പറഞ്ഞു പ്രോക്സിൻ ടാബ്ലറ്റ് അവിടെ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പന്തട്ടി കളിച്ചു എന്നാ പറയുന്നത്. അത് നമുക്ക് അറിവുണ്ട്. ഞാൻ 650 ഇല്ല എന്ന് പറയുന്നു. പിന്നെ 500 കൊടുക്കാൻ പറഞ്ഞു. സിന്ധു ശ്രീ ഹരിദാസ് നോക്കൂ സിന്ധു പറയുന്നത് അവിടുത്തെ ഈ സൂക്ഷ്മ വിശദാംശങ്ങളടക്കം കൃത്യമായി തന്നെ സിന്ധു പറയുകയാണ്. എന്താണ് ഉണ്ടായെന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അതിനേക്കാൾ കൂടി നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് മെഡിക്കൽ സൂപ്രണ്ടിന്റെ വാദഗതിയാണ്. ശ്രീ ഹരിദാസ് നോക്കൂ, എല്ലാ ചികിത്സയും കൊടുത്തു, ആൻജിയോഗ്രാം ചെയ്യാനുള്ള സമയം കഴിഞ്ഞു, പിന്നെന്തോ ക്രിയാറ്റിൻ കൂടുതലായിരുന്നു, റീനൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു. ജില്ലാ ആശുപത്രി അർജന്റായി അയച്ച രോഗി വേറെ വഴിയൊന്നുമില്ലായിരുന്നു, മരിക്കലായിരുന്നു വഴി എന്നല്ലേ ആ ഡോക്ടർ പറഞ്ഞതിന്റെ മലയാളം? ശ്രീ ഹരിദാസ്, നമ്പർ 1 ആരോഗ്യ കേരളമാണ്. എൻ്റെ പൊന്നു ഹാഷ്മി, സത്യത്തിൽ നമ്മുടെ 140 കോടി 3,40,00,000 ജനങ്ങളെ വിഡ്ഢികളാക്കുന്നൊരു ചിരിയാണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞത്. എനിക്ക് ഈ കാർഡിയോളജിസ്റ്റൊക്കെ പറയുന്നതല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അതായത് ഈ പാവപ്പെട്ട വീട്ടമ്മ കേരളത്തിലെ ജനങ്ങളെ നോക്കിയിട്ട്, കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പിനെ നോക്കിയിട്ട് അവരിപ്പോൾ വിളിച്ചു പറഞ്ഞ സത്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നറിയോ, കാത് കേൾക്കാത്ത ഒരു ആരോഗ്യവകുപ്പ്, ചെവി കേൾക്കാത്ത കണ്ണ് കാണാത്ത ഒരു ആരോഗ്യവകുപ്പ്, മനസാക്ഷിയില്ലാത്തൊരു സർക്കാർ, അത്തരത്തിലൊരു സംവിധാനത്തിൻ്റെ മുൻപിലാണ് ഇത്തരത്തിലുള്ള വീട്ടമ്മയുടെ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടമ്മയെ ആ മരിച്ചുപോയ മനുഷ്യന് നടത്തിയിട്ടുള്ള ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിന് സിസ്റ്റം എന്നല്ല പറയേണ്ടത്. സിസ്റ്റം ഫെയിലിയർ ആയി കഴിഞ്ഞാൽ സിസ്റ്റത്തെ നമുക്ക് വീണ്ടും റിപ്പയർ ചെയ്തിട്ട് നന്നാക്കി എടുക്കാൻ പറ്റും. പക്ഷേ സിസ്റ്റം തന്നെ നമ്മൾ നിന്നുപോയൊരവസ്ഥയിലാണ് കേരളത്തിലെ ആരോഗ്യ കേരളം എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറഞ്ഞിട്ട് വീതം പറഞ്ഞതുകൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഒരു കുഞ്ഞിൻ്റെ കൈ ഒടിയുന്നു, ആ കുഞ്ഞിൻ്റെ കൈ പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മെഡിക്കൽ കോളേജിലെത്തുന്നു, ജില്ലാ ആസ്പത്രിയിലെത്തുന്നു, അവിടെ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് കൃത്യം 6-ാം ദിവസം ആ കുഞ്ഞിൻ്റെ കൈ വെട്ടിമാറ്റി ഓർമ്മ വന്നപ്പോൾ ആ കുഞ്ഞ് ആരോഗ്യ കേരളത്തോട് ചോദിക്കുന്നു എൻ്റെ കൈ എവിടെ എന്ന് ചോദിക്കുന്നു. ആ കൈയിന് വെട്ടിമാറ്റാൻ വേണ്ടിയിട്ട് ആ കൈയിൻ്റെ കെട്ടഴിച്ച ഡോക്ടർ എന്താണ് ഈ ആരോഗ്യ കേരളത്തോട് ചോദിച്ചത്? ഇത്രയും അലസമായിട്ട് ഈ കുഞ്ഞിൻ്റെ ഒടിഞ്ഞ കൈ ചികിത്സിച്ച ഏത് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് കേരളത്തിലുണ്ട് എന്നല്ലേ ആഷ്മി ചോദിച്ചത്? അപ്പോൾ നമ്മുടെ ജീവന് യാതൊരു വിലയുമില്ല. വേണു പറഞ്ഞിരിക്കുന്നത് സത്യത്തിൽ പറഞ്ഞാൽ മരണമൊഴി തന്നെയാണ്. ഈ
മരണമൊഴി നമ്മുടെ 3,40,00,000 ജനങ്ങൾക്ക്, അതായത് ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം വളരെ വാസ്തവമാണ് ആഷ്മി. ഇവിടുത്തെ സർക്കാർ ആശുപത്രികളിലെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, മെഡിക്കൽ കോളേജിലെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പണക്കാർ പോലും ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞത്, പണക്കാർക്ക് അവിടെ നിന്ന് ചികിത്സ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഹാഷ്മി, എന്നോട് ഒരു കാര്യം പറയാൻ എന്നെ അനുവദിക്കണം. 2018 ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയേക്കാൾ മുന്തിയ ആരോഗ്യവകുപ്പ് മന്ത്രി അമേരിക്കയിൽ നിന്നും മാസ്കും അതുമാതിരി തന്നെ PPT കിറ്റും ചോദിച്ചിട്ട് ഫോൺ റിസീവ് ചെയ്ത ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കാലത്ത് ഇവിടെ നമ്മുടെ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തമിഴൻ വാഹനം ഇടിച്ചിട്ട്, നാഗർകോവിലുകാരൻ തമിഴൻ, മുരുകൻ എന്നാണ് അയാളുടെ പേര്, അദ്ദേഹത്തെ ആരും ശ്രദ്ധിച്ചു നോക്കിയില്ല. ഒരു പാവപ്പെട്ട ഒരു ആംബുലൻസ് ഡ്രൈവർ അദ്ദേഹത്തെ 5 സർക്കാർ ആശുപത്രികളിൽ കൊണ്ടുപോയിട്ട് ഇതേ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ വന്നപ്പോൾ പറഞ്ഞത് എന്താണെന്നറിയോ? ഇദ്ദേഹത്തിനെ ഇപ്പോൾ നമ്മൾ ഇവിടേക്ക് കയറ്റണം. എന്തിന്? മറ്റേ എന്താണ്, തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് കയറ്റണം. അവിടെ തീവ്രപരിചരണ വിഭാഗത്തിൽ കൊടുക്കേണ്ടതായിട്ടുള്ള സിസ്റ്റങ്ങളെല്ലാം തന്നെ എൻഗേജ്ഡ് ആണ്, അതിന് പറ്റില്ല. പക്ഷെ പിറ്റേ ദിവസം വന്ന് അന്വേഷണ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? 3 ജീവൻ രക്ഷാ ഉപകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് VIP-കൾക്ക് വേണ്ടിയിട്ട് റിസർവ് ചെയ്തതാണ്. അതിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടുപോയിരുന്നുവെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഈ അനാസ്ഥയ്ക്ക് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇത് കാലങ്ങളായി, കഴിഞ്ഞ 9.5 വർഷമായിട്ട് ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടിൻ്റെ ഇരകളായിട്ടുള്ളവരെല്ലാം ഇന്ന് ഈ ചർച്ചയ്ക്ക് പങ്കെടുത്തു കഴിഞ്ഞാൽ എന്ത് ന്യായീകരണമാണ് ഈ നമ്മുടെ റെജി ലൂക്കോസിനെ പോലുള്ളവർക്ക് പറയാനുണ്ടാകുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും ഹാഷ്മി CPM-ൻ്റെ AKG സെൻറ്ററിലേക്ക് വിളിച്ചിട്ടുണ്ടായിരിക്കാം. എന്തിനു വേണ്ടിയിട്ട്? ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. അവർ പങ്കെടുക്കാൻ തയ്യാറല്ലാത്തത് ഈ പാവപ്പെട്ട വീട്ടമ്മയുടെയും അതുമാതിരി തന്നെ ഹാഷ്മിയുടെയും എന്റെയും ഒക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഇവർക്ക് പറ്റുമോ? കാരണം ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരു തൈറോയിഡ് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന വിളിച്ചില്ല. തൈറോയിഡ് ട്രീറ്റ്മെന്റിന് പോയ ഒരു വീട്ടമ്മയുടെ ലിഡ് കുടുങ്ങിയ കേസ് പോലും ഈ നമ്മുടെ ആരോഗ്യ കേരളത്തിൽ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ എത്ര അശ്രദ്ധമായിട്ടാണ് നമ്മുടെ കേരളം ഇവിടുത്തെ പാവപ്പെട്ടവരുടെ ജീവൻ വെച്ച് ബലിയാടുന്നത്, ജീവൻ വെച്ച് അമ്മാനമാടുന്നത്. ഹരിദാസ്, ഇത് നമ്മൾ അടച്ചു പറയല്ല. നല്ലത് ഇപ്പൊ അവിടെ തന്നെ ഇപ്പൊ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ തന്നെ ഈ കാർഡിയോ ഹെഡ് ഡോക്ടർ മാത്യു അയ്പ് ഒക്കെ ഗംഭീര ഡോക്ടർമാരാണ്. അക്കാര്യം തർക്കമൊന്നുമില്ല. എല്ലാ ഡോക്ടർമാരെ നമ്മൾ അടച്ചാക്ഷേപിച്ച് പറയുന്നുമില്ല, സിസ്റ്റത്തെയും അടച്ചാക്ഷേപിച്ച് പറയില്ല. പക്ഷേ നോക്കൂ, താങ്കൾ നേരത്തെ പറഞ്ഞ ഈ കോടുവയർ കുടുങ്ങിയ സുമയ്യ, ഹർഷിന, ഈ പറയുന്ന ഗുരുതര ചികിത്സാ പിഴവിൻ്റെ അനാസ്ഥയോടെ ജീവിക്കുന്ന രക്തസാക്ഷികൾ എങ്ങനെ ജീവിക്കുമെന്നറിയാതെ വേദന നിന്ന് ജീവിക്കുക. ഇപ്പോഴും സർക്കാർ ഒരു സഹായം അവർക്ക് ചെയ്യുന്നില്ല. ശ്രീ ഹരിദാസ്, ഞാൻ റെജി ലൂക്കോസിലേക്കും ശ്രീ എൻ എം അരുണിലേക്കും എത്താമേ. അതിനു മുമ്പ് നേരത്തെ ശ്രീ എം കെ ഹരിദാസ് പറഞ്ഞ വിനോദിനി, 8 വയസ്സുകാരി കുഞ്ഞാണ്, വിനോദിനിയുടെ അമ്മ പ്രസീത ചെയ്യുന്നു. പ്രസീത, ഇപ്പോൾ മോളുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്? ആരോഗ്യാവസ്ഥയൊന്നും കൈ വേദനയുണ്ട് അവൾക്ക്. ഇപ്പോഴും കൈ എവിടെ എന്ന വേദനയ്ക്കിപ്പിക്കുന്ന ചോദ്യം ചോദിക്കുന്നുണ്ടോ കുഞ്ഞ്? ചോദിക്കുന്നുണ്ട് അവള്. പ്രസീത, എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും സഹായം എവിടെയെങ്കിലും തരുന്നുണ്ടോ? 5 ഓപ്പറേഷൻ ആരോഗ്യമന്ത്രി നേരിട്ട് വിളിച്ച് കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞതാണ്. കൂടെ ഉണ്ടായോ ആരെങ്കിലും? ഇല്ല, ആരും ഉണ്ടായിരുന്നിട്ടില്ല. അപ്പോ 5ന്റെ പൈസ സഹായം ആരെങ്കിലും തന്നോ? സർക്കാർ സംവിധാനങ്ങൾ തന്നോ? നമ്മളിപ്പോ നമ്മുടെ കരുണാസാഗരം എന്ന വാർത്താ പരമ്പരയിൽ അതുണ്ടായിരുന്നു. ആ വഴി വന്നത് എന്തെങ്കിലും അല്ലാതെ സർക്കാർ ഇത് സർക്കാരിന്റെ ആരോഗ്യ സംവിധാനത്തിന്റെ അനാസ്ഥയിൽ കൈമുറിച്ചതാണെന്ന് സർക്കാർ തന്നെ പറയുന്നതാണല്ലോ, അല്ലേ? അപ്പൊ അതിന് നഷ്ടപരിഹാരം ചെയ്യേണ്ടത് സർക്കാരാണല്ലോ. ആ സർക്കാർ എന്തെങ്കിലും ചെയ്തോ പ്രസീത? ഇല്ല, ആരും സഹായിച്ചിട്ടില്ല. പ്രസീതയും ഇപ്പൊ താങ്കളും താങ്കളുടെ ഭർത്താവും ആശുപത്രിയിൽ തന്നെ മോളുടെ ഒപ്പം ഉണ്ടാവണം. താങ്കളുടെ ഭർത്താവിന് കൂലിപ്പണിയാണ്. എങ്ങനെയാ ജീവിക്കുന്നത് അപ്പോ? അതെ, ഞങ്ങൾ കൂലിപ്പണി എടുത്തിട്ട് തന്നെ സാധനം. അല്ല, ചോദിച്ചത് നിങ്ങളിപ്പോ ആശുപത്രിയിൽ മകൾക്കൊപ്പം നിൽക്കേണ്ട ഒരു അവസ്ഥ എന്തായാലും ഉണ്ടാവുമല്ലോ. താങ്കൾ മാത്രം നിൽക്കുന്നൊന്നും കാര്യമില്ല, ഭർത്താവും കൂടെ നിൽക്കേണ്ടി വരും. എങ്ങനെ ജീവിക്കും? നമ്മളിപ്പോ കടം പേടിച്ചിട്ടൊക്കെയാണ് നമ്മ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. ഈ ഓപ്പറേഷനൊക്കെ നല്ല പൈസ ആവില്ലേ? അതെ, ആവും.
അതെങ്ങനെ ആ ചെലവ് എങ്ങനെ ആ പൈസ എങ്ങനെ അടയ്ക്കുന്നു? ആ പൈസ നമുക്ക് ഇപ്പോൾ ആരോഗ്യമന്ത്രി തരാന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഉം. നമ്മുടെ ചികിത്സാ ചെലവെല്ലാം എടുക്കാന്നല്ല പറഞ്ഞത്. ഉം. ഇനി എത്ര ദിവസം കൂടെ ഇതുവരെ ഒരു നടപടിയും ഇല്ല. ഇനി എത്ര ദിവസം കൂടെ ആശുപത്രി തുടരേണ്ടി വരും അറിയാവോ? അറിയില്ല. നാളെ സ്റ്റിച്ച് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അത് നോക്കിയിട്ട് പറയായിരിക്കും. ഞാൻ എത്താൻ പ്രസീത. റെജി ലൂക്കോസ്, ഇതാണ് ഒറ്റ മാസം മുമ്പാണ് കേട്ടോ, ഒറ്റ മാസം മുമ്പാണ് ഈ കുഞ്ഞിനെ കൈ മുറിച്ചത്. എങ്ങനെ കൈ മുറിച്ചത്? ഓടിക്കളിച്ച് വീണപ്പോഴത്തേക്ക് ആശുപത്രി കൊണ്ടുപോയി കേവിച്ച് കൈ മുറിച്ചു. അത് കഴിഞ്ഞൊരു ഡോക്ടർ സംഘം വന്നിരുന്ന് ഏതോ അന്താരാഷ്ട്ര ജേണലൊക്കെ എടുത്ത് അപൂർവമായ എന്തോ പ്രത്യേക മെഡിക്കൽ പ്രതിഭാസമാണെന്നൊക്കെ പറഞ്ഞ പച്ചക്കള്ളം, ഒന്നാം തരം കള്ളം കേരളം കേട്ടു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർമാരുടെ പിഴവാണെന്ന് കണ്ടെത്തുകയും ആ ഡോക്ടർമാർക്ക് നടപടിയൊക്കെ ഉണ്ടാവുകയും സസ്പെൻഷൻ ഉണ്ടാവുകയും ചെയ്തു. ആ ഡോക്ടർ സംഘം പറയുന്ന പോലെ ഒരു വർഷമില്ലെങ്കിൽ ആ നടപടിയിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. ഇന്നും നമ്മൾ കേട്ടു ഈ ഡോക്ടർമാർ പറയുന്നത് എന്തോ ക്രിയാറ്റിൻ എന്തോ റിയൽ തിരിച്ചോട് പറയാണ്. ഒരു മനുഷ്യൻ മരിച്ചെടുക്കുമ്പോൾ തിരിച്ചോട് പറയാണ് അദ്ദേഹത്തിൻ്റെ ചിതയെരിഞ്ഞതായി അല്പസം മുമ്പാ എന്താണ് എന്തോ പ്രശ്നമെന്ന് പറയാണ്. അതിൻ്റെ ഡീറ്റെയിൽഡ് ടെക്നിക്കൽ വർഷം വരും ദിവസങ്ങൾ ഉറപ്പായും വരും. റെജി ലൂക്കോസ്, ഇതിനൊരു അറുതി ഉണ്ടാവണ്ടേ? ഇതിന് അറുതി ഉണ്ടാവാതെ നമ്മൾ ലോകത്തെ അമേരിക്കയെ കടത്തിവിട്ടുന്ന ആരോഗ്യ സംവിധാനമാണെന്ന് പറഞ്ഞ കള്ളവല്ലേ അത് റെജി ലൂക്കോസ്? ഹാഷ്മി, ഞാൻ തുടക്കത്തിലേ പറയാം, ഒരു നീതീകരണമില്ലാത്തൊരു മരണമായിരുന്നു വേണുവിന് സംഭവിച്ചത്. അതിൻ്റെ നാൾവഴികളിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ കൃത്യമായ രീതിയിൽ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും അവിടെ മെഡിക്കൽ കോളേജ് പോലെയുള്ള കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ആശ്രയിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ അലംഭാവമുള്ള കുറച്ച് ഡോക്ടർമാരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ആ മനുഷ്യൻ മരണപ്പെട്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഞാൻ. എനിക്കതിൽ യാതൊരു തർക്കമില്ല. അന്ധമായിട്ട് വരെ ഒന്നും ന്യായീകരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്, ഞാനിതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ ഒരാളാണ്, ആ മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ ശരീരഭാഷയും സംസാരങ്ങളും അങ്ങേയറ്റം വേദനിപ്പിച്ചു. കാരണം നമ്മുടെ മെഡിക്കൽ കോളേജിലെയും മറ്റു സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർമാരിൽ 95% മനുഷ്യത്തുള്ളവരാണ്. ഭീമമായ മാസശമ്പളം വാഗ്ദാനം ചെയ്യുന്ന സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാതുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് നമ്മുടെ മെഡിക്കൽ കോളേജിലെയും ഇങ്ങനെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലുള്ള ഡോക്ടേഴ്സ്. അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് എനിക്കിതിനെ അത്രക്കാരെ ഒരുപാട് അറിയാൻ പറ്റും. മനുഷ്യജീവന് വേണ്ടിയിട്ട് മാത്രം സഹയത്തോട് പെരുമാറുന്നവർ. പക്ഷെ ഇതുപോലുള്ള ചില ആളുകൾ അതിനേക്കാളും ഹൃദയവേദന ഉണ്ടാക്കുന്നതാണ് ആ 8 വയസ്സായ കുഞ്ഞ് പാലക്കാട് ആ കുഞ്ഞിൻ്റെ കൈ മുറിച്ചു കഴിഞ്ഞ് ആ ഡോക്ടർമാരുടെ അടുത്ത് പത്രസമ്മേളനം കണ്ടപ്പം എനിക്ക് അവരുടെ പുച്ഛം തോന്നി. സത്യം പറഞ്ഞു, ഇവരെങ്ങനെയാണ് ഇവർ വല്ല ക്രൂരമായ നാടുകളിൽ നിന്ന് മെഡിസിൻ പഠിച്ച് പുറത്തിറങ്ങിയാണെന്ന് എനിക്ക് തോന്നി. കാരണം അവർ പറഞ്ഞതിനകത്ത് യാതൊരു ന്യായീകരണവും ഇല്ല. അവർ അപൂർവമായ നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ രോഗത്തെ അവരെ നിലയ്ക്ക് നിർത്തേണ്ട ഒരു വകുപ്പുണ്ട്. ആ വകുപ്പിനൊരു മന്ത്രിയുണ്ട്. ആ മന്ത്രി അവർക്ക് ന്യായീകരണങ്ങൾ ചമയ്ക്കുമ്പോൾ, ആ മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കളിക്കുമ്പോൾ ഇവർ ഇതെല്ലാം അതിലപ്പുറം പറയും. റെജി ലൂക്കോസ്, അല്ല, ആ മന്ത്രി ഒരു ന്യായീകരണം പറഞ്ഞില്ല. വെറുതെ എന്തിനാണ് ആ മന്ത്രിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെടുകയല്ലേ? മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെടും. റിപ്പോർട്ട് എത്ര റിപ്പോർട്ട് നമ്മൾ കണ്ടു? ഈ കഴിഞ്ഞ ഒരു 6 മാസത്തെ എടുത്ത റിപ്പോർട്ട് നോക്ക്, ചോദിച്ച റിപ്പോർട്ട് നോക്ക്, വന്ന റിപ്പോർട്ട് നോക്ക്. എന്ത് റിപ്പോർട്ട്? അല്ല കാശ്മീർ, അതൊക്കെ അതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമല്ലേ? അതിന് റിപ്പോർട്ട് തേടാന്നുള്ളൂ. ഇപ്പം അടിയന്തരമായിട്ട് ഇന്ന് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ ഇന്നലെ വേണു മരിച്ചത് സംബന്ധിച്ച് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയാൻ വരുന്നത് വേറൊരു കാര്യമാണ്. ഇവിടെ മെഡിക്കൽ കോളേജിൽ നിന്നല്ല സ്വകാര്യ ആശുപത്രിയിൽ നിന്നായാലും പിഴവ് പറ്റിയിട്ടുണ്ട്, വിമർശിക്കപ്പെടേണ്ടത് തന്നെ, യാതൊരു തർക്കമല്ല കാര്യത്തിൽ. അത് കാരണം മനുഷ്യജീവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. പക്ഷെ അതിന്റെ പേരിൽ സർക്കാർ ആശുപത്രിയിലെ ലക്ഷക്കണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രിയിൽ മുഴുവനും സിസ്റ്റം തകരാറാണ്, ഇതെല്ലാം തകർന്നു കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അംഗീകരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. കാരണം പറഞ്ഞവരുണ്ട് ഇതിനകത്ത്. ഇവിടുത്തെ ആരോഗ്യ കേരളം അല്ലെങ്കിൽ അല്ല റെജി ലൂക്കോസ്, ഒന്നാമത്തെ കാര്യം, ആരോഗ്യ മേഖലയിൽ നമ്മൾ നേരിട്ട മുന്നേറ്റം ഏതെങ്കിലും ഒരു പ്രത്യേക കാലത്തുണ്ടായ മുന്നേറ്റമല്ല. അത് നമ്മുടെ ചരിത്രപരമായ മുന്നേറ്റമാണ്. അത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ നമ്മൾ ബഹുദൂരം ഇൻഡെക്സുകൾ നമ്മൾ ബഹുദൂരം മുന്നിലാണ്. ഒരു തർക്കം അക്കാര്യത്തിലില്ല. അതിനിടയിൽ അടിക്കടി പരമ്പര പോലെ മാല പോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നീണ്ടുണ്ടാകുമ്പോൾ നമ്മുടെ ആ കണക്കിന് തഴപ്പെടുത്തു വെച്ചാൽ പരിഹാരമാവുമോ റെജി ലൂക്കോസെ? ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം? പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഒരു ഹാരിസം തുറന്നു പറഞ്ഞില്ലേ? ആ ഡോക്ടറെ എന്തൊക്കെ പറഞ്ഞു? ആ ഡോക്ടറെ ഈ സംസ്ഥാനത്തിന്റെ ശത്രുവാക്കി മാറ്റിയില്ലേ? സിസ്റ്റത്തിന്റെ വിരോധിയാക്കി മാറ്റിയില്ലേ? ആയുധം കൊടുക്കുന്നവനാക്കി മാറ്റിയില്ലേ? ആദ്യം പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കലല്ലേ പ്രശ്നപരിഹാരത്തിലുള്ള ആദ്യ വഴി. അത് അംഗീകരിക്കുന്നില്ലല്ലോ. അല്ല, അത് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അടങ്കല ഒരു സിസ്റ്റത്തെ നമ്മൾ നേടിയെടുത്ത ശരിയാണ്. ഇപ്പൊ നമ്മൾ 9 വർഷം കൊണ്ടൊന്നുമല്ല കേരളത്തിന് സ്വാതന്ത്ര്യം, കേരളം പിറന്നതിന് ശേഷം നമ്മൾ നേടിയെടുത്ത ഒരുപാട് നേട്ടങ്ങളൊന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയും നമ്മുടെ ഈ പറയുന്ന മെഡിക്കൽ സിസ്റ്റവും.
അതിനെ മൊത്തം തകർന്നു കളഞ്ഞിരിക്കുന്നു. അത് മൊത്തം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റാർക്കോ വേണ്ടി വഴിവെട്ടാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഇത്തരം പ്രകടനങ്ങളോട് നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് അറിയില്ലായിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. അതിനൊന്നും സമയം എനിക്ക് തരണം. ഒറ്റ മിനിറ്റേ ഉള്ളൂ. ഇടപെടാന്ന് റജി ലൂക്കോസ്. ഇവിടെ ഇത് മെഡിക്കൽ കോളേജാ. ഈ വേണുവിനെ കൊണ്ടുപോയത് മെഡിക്കൽ കോളേജിലോട്ടാ. ഏതെങ്കിലും താലൂക്ക് ആശുപത്രി അല്ല, ജില്ലാ ആശുപത്രി അല്ല. മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ മൊത്തം ഈ പറയുന്ന അങ്ങേ അർജന്റായിട്ടുള്ള രോഗാവസ്ഥയിലുള്ള രോഗികൾ പോകുന്ന സ്ഥലമാണ്. ആ ചേച്ചി പറഞ്ഞു കേട്ടില്ലേ, വേണുവിന്റെ ഭാര്യ സിന്ധു പറഞ്ഞു കേട്ടില്ലേ, ഒരു തലവേദനയ്ക്കുള്ള ഗുളിക അവിടെ ഇല്ല, ഞാൻ കൈന്നെടുത്ത് കൊടുത്തെന്നാ പറഞ്ഞേ. തലവേദനയ്ക്കുള്ള ഗുളിക അവിടെ ഇല്ല, ഞാൻ കൈന്നെടുത്ത് കൊടുത്തെന്നാ പറഞ്ഞേ. അല്ല, ഞാൻ പറയുന്നത് ഒരു മെഡിക്കൽ കോളേജാ, റഫറൽ ആശുപത്രി. ഞാൻ പറഞ്ഞല്ലോ, ഹാഷ്മിയ, ഞാൻ അതിനെ ആ വീഴ്ചയെ നിഷ്കരണം ഒരു തരത്തിൽ ന്യായീകരിക്കാണ്ട് വിമർശിച്ചിട്ടാണ് ചർച്ച നടക്കുന്നത്. ഞാൻ പറയുന്നത് പൂർത്തീകരിക്കുക. നിങ്ങൾ മുഴുവൻ പറയുമ്പോൾ എനിക്ക് പറയാനുള്ള കേൾക്കട്ടെ. ഇതിലും കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളല്ലേ. കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് 3 യുവാക്കൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചു. ഒന്ന് വീണ് കൈ ഒരു പരിക്ക് പറ്റിയ ആളെ പിറ്റേ ദിവസം മരിച്ചാ പുറത്തേക്ക് ഇറക്കിയത്. ഞാൻ ഹോസ്പിറ്റലിന്റെ പേര് പറയുന്നില്ല. എറണാകുളത്തെ ഒരു വലിയ ഹോസ്പിറ്റലിൽ ഈ വിഷയങ്ങളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ഒരു രോഗി മരിച്ചുപോയി. അയാളൊരു ഓട്ടോറിക്ഷക്കാർ തമ്മിൽ ഇതുണ്ടായപ്പോൾ അയാളുടെ കൈ അതുപോലെ ഇടിച്ചതാ. ഇങ്ങനെയൊക്കെ നടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ആരും ഒരു ചർച്ചയും ചെയ്യുന്നില്ല. ഗവൺമെന്റ് ആശുപത്രി നടക്കുന്ന ഇതുപോലത്തെ ഉള്ള എന്താ പറയുക തെറ്റായ വീഴ്ചകൾ ചർച്ച ചെയ്യണം. ഞാൻ നിഷേധിക്കുന്നില്ല, ചർച്ച ചെയ്തേ പറ്റൂ. എത്ര ചർച്ചകൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ സിസ്റ്റത്തെ മുഴുവൻ തകർക്കാൻ ശ്രമിച്ച് മറ്റാർക്കോ അനുകൂലമായിട്ട് രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയി ഞങ്ങൾ എല്ലാ ജനങ്ങളും എന്തോ ഈ പറയുന്ന ആരോഗ്യ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണി ഓർത്തു നോക്കൂ. എന്ത് ഭീകരാവസ്ഥയാണെന്ന് ഓർത്തു നോക്കൂ. 5 ദിവസം പോയൊരു മനുഷ്യൻ അവിടെ കിടന്ന് നരകിച്ച് മരിക്കുന്നതിന്റെ ഏതാനും മണിക്കൂർക്ക് മുമ്പ് ഞാൻ അനുഭവിച്ച നരകയാതനയെ പറ്റി പറഞ്ഞ ഓഡിയോ ക്ലിപ്പ് കേട്ടെ. ഹൃദയമുള്ള ആൾ കേട്ടിരിക്കാൻ പറ്റുമോ? ആ മനുഷ്യൻ ഇപ്പൊ ജീവനോടെ ഉണ്ടെങ്കിൽ പോട്ടെ, ജീവനോടെ ഇല്ല, ഇപ്പൊ എരിഞ്ഞുകൊണ്ടിരിക്കുക ആ മനുഷ്യൻ. അത് ചൂണ്ടിക്കാട്ടിയ മന്ത്രി എന്താ പറയാ, അല്ലെങ്കിൽ താങ്കൾ എന്താ പറയാ? ഇത് ഈ ആരോഗ്യ കേരളത്തെ തകർക്കാനുള്ള ഗൂഢാലോചന, ഏതോ കോൺസ്പിറസി തിയറി, ഏതോ പ്രൊപ്പഗണ്ട തിയറി. എത്ര കാലം നമുക്ക് കണ്ണിപ്പുഴാൻ പറ്റും? നമുക്ക് പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കണമെങ്കിൽ പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കണം. റജി ലൂക്കോസ്, സാധ്യം ഒരു ഗൂഢാലോചനയല്ല, ഒരു തകർക്കാനുള്ള നീക്കവും അല്ല. ആഷ്മി, ദയവായി ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ വേണു എന്ന് പറയുന്ന നിസ്സഹായനായ ഓട്ടോറിക്ഷ ഡ്രൈവർ, പാവപ്പെട്ട മനുഷ്യന്റെ മരണത്തിൽ ഈ കേരളത്തിന്റെ മന്ത്രി ഒരു ന്യായീകരണവും പറഞ്ഞിട്ടില്ല. അവർ അടിയന്തര റിപ്പോർട്ട് സ്വീകരിച്ചു. ഞാൻ പോലും ചർച്ചയെ പറഞ്ഞത് നിശ്ചിതമായി, ഞാൻ ഇത്ര വിമർശിക്കുന്നതല്ല, നിശ്ചിതമായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനെ സൂപ്രണ്ടെ വിമർശിച്ചിട്ടാണ് ചർച്ചയെ തുടങ്ങിയത്. ഞാൻ അതിന് പിന്മാറത്ത് പോലുമില്ല. പക്ഷേ അതിന്റെ പേരിൽ മറ്റാർക്കെങ്കിലും വഴിവെട്ടാനാണെന്നുണ്ടെങ്കിൽ അത് സമ്മതിച്ചാലും പറ്റത്തില്ല. കേരളത്തിലെ പൊതുസഭ സമ്മതിക്കുന്നില്ല. സത്യമാണ്. ഇപ്പൊ ഈ ചർച്ചയിൽ പ്രിയപ്പെട്ട ആ സഹോദരിയോട് ഇരിപ്പുണ്ട്. ആ കുട്ടിയുടെ പേരിൽ കേരളം മുഴുവൻ കണ്ണീരടിഞ്ഞു. ഞാൻ എത്രയോ തവണ അതിനെക്കുറിച്ച് എന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാ, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ ആ കുട്ടിയെ ബോധം വന്നപ്പോൾ സർജറി കഴിഞ്ഞപ്പോൾ ആ കുട്ടി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് കേരളത്തോടുള്ള ചോദ്യമാണ്. അമ്മേ, ഞാനിനി എങ്ങനെയാ എന്റെ കൈയില്ലാതെ ജീവിക്കണത്? ഞങ്ങളൊക്കെ അത് കേട്ടവരാ, ഇപ്പോഴും എന്റെ കണ്ടിടുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിനോടൊന്നും ഒരിക്കലും നീതിയിരിക്കാൻ പറ്റില്ല. കാര്യമില്ല. മെഡിക്കൽ അനാസ്ഥയുടെ ഇരയായ കുട്ടിക്ക് അത് കഴിഞ്ഞ് ജീവിക്കണ്ടേ? അവർക്ക് കൂലിപ്പണിക്കാരാണ്, ഒന്നും ഒരു നിവൃത്തിയില്ലാത്ത മനുഷ്യൻ. ആ ദിവസം ജോലിക്ക് പോയി അധ്വാനിച്ച് ആ ദിവസത്തെ അരിമടിക്കുന്ന മനുഷ്യന്മാരാണ്. 2 പേര് ആശുപത്രി നിൽക്കുക, 5 പൈസ അവരുടെ കയ്യിലില്ല, കടം മേടിച്ച് ജീവിക്കുകയാണ്. വാടക വീട്ടില്ല. നമ്മൾ അതിദാരിദ്ര്യ മുക്ത കേരളമൊക്കെയാണല്ലോ റജി ലൂക്കോസ്. വാടക വീട്ടിൽ കഴിയുന്ന മനുഷ്യന്മാരാ. വാടക കൊടുക്കാൻ പൈസയില്ല, ജീവിക്കാൻ പൈസയില്ല, ഓപ്പറേഷൻ പൈസ എങ്ങനെ ആലോചിക്കുക? ആരോഗ്യമന്ത്രി പറഞ്ഞ് വിശ്വസിക്കുക. നമുക്ക് കണ്ടവിട്ടിട്ട് കാര്യമില്ല. കാശിന് കാശ് വേണ്ടേ? കൊടുക്കണ്ടേ? 10ന്റെ പൈസ കൊടുക്കണ്ടേ റജി ലൂക്കോസ് ഈ പാവം അമ്മയ്ക്ക്? അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ അമ്മയ്ക്കുള്ള പണം അവിടെ ലഭിക്കും. ഞാനത് അന്വേഷിച്ചിരുന്നു. സർക്കാർ അടിയന്തരമായിട്ട് തന്നെ അതിന് മൂവ്മെന്റ് നടത്തുന്നുണ്ട്. പിന്നെ നമ്മുടെ സർക്കാരിൻ്റെയൊക്കെ മിഷനറി നമുക്കറിയാമല്ലോ, അതിൻ്റെതായ ഒരു ടൈമുണ്ട്. പക്ഷെ ഞാൻ ഒരു കാര്യത്തിൽ 24 അഭിനന്ദിക്കുക. നിങ്ങൾ ചെയ്തൊരു സ്റ്റോറിയുടെ പേരിൽ ആ കുഞ്ഞിനൊരു കൈത്താങ് പലരും കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിനന്ദനം അർഹിക്കുന്നു. നമ്മുടെ സമൂഹം ഇവരെ ഒന്ന് കൈവിടത്തില്ല, ഒരു സർക്കിൾ. പക്ഷെ എനിക്ക് അതല്ല പ്രശ്നം. ഒരാൾ മരിച്ചുപോയി, ഈ കുഞ്ഞിന് ഇനി ഒരു കൈവച്ചു കൊടുക്കാൻ പറ്റും, ഒരു അവയവം. ആ കുട്ടിയുടെ ആ ചോദ്യം കേരളത്തെ വേദനിപ്പിക്കുന്ന ആ ഡോക്ടർമാർ ചെയ്തത് നടപടിയും അങ്ങേയറ്റം പ്രതിഷേധക്കാണ്. അവരെ ഇനി തിരിച്ചെടുക്കരുത്, അവരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തന്നെ ക്യാൻസൽ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇനി വേണുവിലേക്ക് തിരിച്ചു വന്നാൽ, ഇപ്പൊ ആ സഹോദരി ഇവിടെ നിന്ന് പറഞ്ഞത് എത്ര ക്ലിയർ ആയിട്ട് അവർ ആ കാര്യങ്ങൾ പറഞ്ഞത്. എന്തുകൊണ്ട് ആ നേഴ്സുമാരെ ഒരു മനുഷ്യത്വപരമായ സമീപനം സ്വീകരിച്ചില്ല? ആ ഡോക്ടേഴ്സിന് അവസാനം മനസ്സിലായിട്ടുണ്ടല്ലോ, ഒരു ഡോക്ടർ പാഞ്ഞു വന്നിട്ട് നിങ്ങളെ ഉടനെ തന്നെ അത് ചെയ്യാന്ന് പറഞ്ഞത് തെറ്റല്ലേ അവർ ചെയ്തത്? അതിന്റെ പേരിൽ ആ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനെ മുഴുവൻ കുറ്റപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, എച്ച് ഒ ഡി ഡോക്ടർ മാത്യു, ആ ഡോക്ടർ ഗംഭീര ഡോക്ടർ, ഒരു തർക്കമില്ല, ലോകോത്തര ഡോക്ടറാണ്, സാധു മനുഷ്യൻ. പക്ഷെ അദ്ദേഹത്തിന്റെ
എൻ്റെ സെക്ഷനിലല്ല, അദ്ദേഹം അറിഞ്ഞിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല, എനിക്ക് 100% ഉറപ്പുണ്ട്. പോട്ടെ, ഇവിടെ നോക്കുക, ആ സൂപ്രണ്ട് വന്ന് പിന്നെയും പറയുകയാണ്. നേരത്തെ സിന്ധു പറഞ്ഞത് സിന്ധു കള്ളം പറയേണ്ട കാര്യമില്ലല്ലോ. സിന്ധു പറയുകയാണ് ആൻജിയോഗ്രാം ചെയ്യാം, തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആൻജിയോഗ്രാം ചെയ്യാം എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞത് കേട്ട കാര്യവും അവരോട് നമുക്ക് ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞ കാര്യവും പറഞ്ഞതാണ്. ആൻജിയോഗ്രാം പിന്നെ എന്തുകൊണ്ടോ നീണ്ടുപോയി. ഇന്ന് സൂപ്രണ്ട് പറഞ്ഞു കേട്ടോ, സൂപ്രണ്ട് എന്ന് പറയുന്നത് ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റാത്ത സമയം കഴിഞ്ഞു പോയെന്ന്, ഏതാണ്ട് ക്രിയാറ്റിൻ കുറവ്, ഏതാണ്ട് റീനൽ ഫംഗ്ഷൻ പ്രശ്നമാണെന്ന് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. കള്ളമാണ്, കള്ളം. ചേന്നമ്മരോട് അതെങ്ങനെ സംഭവിച്ചതെന്നാണ് അങ്ങയുടെ ഒരു കരുതൽ. കാര്യം കൊല്ലത്തുനിന്ന് കൊണ്ടുപോകുന്നതാണ്. കൊല്ലത്തുനിന്ന് ഈ രോഗിയുടെ ബ്ലഡ് ടെസ്റ്റ് നടത്തി അതിൻ്റെ ഗുരുതരാവസ്ഥ തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യണം എന്ന റഫറൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതാണ്. അവിടെ 5 നാളൊന്നും ചെയ്തില്ല. ആൻജിയോഗ്രാം ഇപ്പം ചെയ്യാം, നാളെ ചെയ്യാം, ഇപ്പം ചെയ്യാം, നാളെ ചെയ്യാം, നീട്ടിക്കൊണ്ട് പോയി ഒരു മനുഷ്യൻ മരിച്ചു പോകുന്നു. എന്ത് സംഭവിച്ചു എന്നാണ് അങ്ങയുടെ ഒരു ബോധ്യം ഡോക്ടർ എന്നമ്മരു? അശ്മി, ആദ്യം തന്നെ ഈ നിർഭാഗ്യകരമായ ഈ മരണത്തിൽ എൻ്റെ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. എനിക്ക് തോന്നുന്നത്, ഇനി ആ കൃത്യമായ കേസ് അറിയാൻ നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും ഡെപ്യൂട്ടി സൂപ്രണ്ട് പറഞ്ഞത് കേട്ടു മനസ്സിലാരം ഇതൊരു പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിക്കുള്ള ആ ടൈം പീരീഡ് കഴിഞ്ഞു. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ ഒരു അറ്റാക്ക് വന്ന ഉടനെ ഏതാനും മണിക്കൂറിനുള്ളിൽ, സാധാരണ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂറിനുള്ളിൽ ചെയ്യാവുന്ന ഇതിനാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അതിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. ECG കാണുമ്പോൾ ഇവോൾഡ് MI എന്നാണ്, എനിക്ക് അങ്ങനെ പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കി. ഇവോൾഡ് MI എന്ന് പറഞ്ഞാൽ അറ്റാക്ക് കാര്യമായിട്ട് നടന്നു കഴിഞ്ഞു. ഇപ്പോൾ എമർജൻസി ആയിട്ട് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തുകൊണ്ട് രോഗിക്ക് ഗുണം കിട്ടാൻ സാധ്യത കുറവാണ്. പിന്നീട് പിന്നീട് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാവുന്ന ഒരു ആൻജിയോപ്ലാസ്റ്റി എന്നുള്ള രീതിയിലാണ് ഡോക്ടർമാർ മുന്നോട്ട് പോയത് എന്നാണ് ഈ കഥകൾ കേട്ടിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രേ എനിക്കറിയുള്ളൂ. ഇപ്പം എല്ലാ കേസുകളിലും പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി സാധിക്കുകയില്ല. അതുകൊണ്ട് മറ്റേ പ്ലാൻ ചെയ്തിട്ടില്ല പിന്നീട് ചെയ്യാവുന്ന ആൻജിയോപ്ലാസ്റ്റിയാണ് പലപ്പോഴും ചെയ്യുക. മറ്റ് കോംപ്ലിക്കേഷൻസ് ഒക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. ക്രിയാറ്റിൻ കൂടുതലാണെന്ന് പറയുന്നു, ഷുഗറിൻ്റെ അളവ് എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഡോക്ടർമാർ തീരുമാനിക്കുന്നത് ഇന്ന സമയത്താണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളത്, ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, കേരളത്തിലെ നമ്പർ 1 മെഡിക്കൽ കോളേജിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥിതി നിങ്ങളൊന്ന് നോക്കിയാൽ അവിടെ 14 പോസ്റ്റേ ഉള്ളൂ സ്റ്റാഫിൻ്റെ. അതിൽ 5 പോസ്റ്റും വേക്കൻ്റ് ആണ്. 5 പോസ്റ്റ് വേക്കൻ്റ് ആണ് 14. ഈ 14 പോസ്റ്റ് എന്ന് പറയുന്നത് 1990-ലെ 30-35 വർഷത്തെ സ്റ്റാഫ് പാറ്റേൺ ആണ്. അതിൽ നിന്ന് ഒരാളെ പോലും കൂട്ടിയിട്ടില്ല. എന്നാൽ രോഗികൾ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ രോഗികളുണ്ട്. ഒരു ദിവസം എനിക്ക് തോന്നുന്നത് 600, അതിൽ 900, 1000-ന് തൊട്ട് താഴെ OP നോക്കുന്നുണ്ട് അവിടെ. ഒരു ദിവസം 20-ഓ 25-ഓ ആൻജിയോപ്ലാസ്റ്റികൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ ആണെങ്കിലും കാർഡിയോളജിക്ക് സ്വന്തമായിട്ടൊരു വാർഡും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇല്ല. മെഡിസിൻ വാർഡിൻ്റെ കുറേ ബെഡുകളും 2 ICU, 2-3 ICU മാത്രമാണ് കാർഡിയോളജിക്ക് ഉള്ളത്. അപ്പോൾ മെഡിസിൻ വാർഡിലാണ് ഇവരൊക്കെ കിടത്തുന്നത്. ഈ പേഷ്യൻറ്റിനെ അങ്ങനെയാണ് കിടത്തിയിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിയുടെ സ്ഥിതി അത്ര ശോഭനമൊന്നുമല്ല. പേഷ്യൻസിൻ്റെ എണ്ണം വളരെ കൂടുതലാവുമ്പോൾ സ്റ്റാഫിൻ്റെ എണ്ണം വളരെ കുറവാണ്. പിന്നെ പുതിയൊരു കാത്ത് ലാബ് ഉദ്ഘാടനത്തിന് കാത്തിരിക്കുന്നുണ്ട്. സ്റ്റാഫിനെ നിയമിക്കാത്തതുകൊണ്ടാണ് അത് ഇതുവരെ ഉദ്ഘാടനം ചെയ്യാത്തത്. ഇപ്പോൾ പലപ്പോഴും കേരളത്തിൽ മൊത്തത്തിൽ മെഡിക്കൽ കോളേജ് മാത്രമല്ല, ജില്ലാ ആശുപത്രി എല്ലാ സ്ഥലത്തും 90-ന്റെ സ്റ്റാഫ് പാറ്റേണിൽ കൂട്ടിയിട്ടില്ല. എന്നാൽ രോഗികളുടെ എണ്ണം 4-ഓ 5-ഓ ഇരട്ടി ആയിട്ടുണ്ട്. നമ്മൾ ഒരുപക്ഷെ സർക്കാർ ഇത്രയധികം ആരോഗ്യത്തിനെ കുറിച്ച് ഇത്ര പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ സ്റ്റാഫ് പാറ്റേൺ കൂട്ടുന്നില്ല. ബിൽഡിങ്ങുകൾ കെട്ടുന്നുണ്ട്, ചിലപ്പോൾ കുറേ വേറെ ചില സംവിധാനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഓടിക്കാനുള്ള ഡോക്ടറോ പാരാമെഡിക്കൽ സ്റ്റാഫോ ഇല്ല. അതിൻ്റെ ഒരു ഇര കൂടി ആയിരിക്കണം എന്നാണ് തോന്നുന്നത്. കൂടുതലായിട്ട് ഞാൻ ഇതിന് പഠിച്ചിട്ടല്ല പറയുന്നത്. എങ്കിലും വേറെ ഒരു കാര്യം കൂടി ഞാൻ അതിൽ പറയാം. പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് ആളുകളുടെ എക്സ്പെക്ടേഷൻസ് വളരെ വളരെ വലുതാണ്. അവർ വിചാരിക്കുന്നത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ മാധ്യമങ്ങളുടെയും ഇപ്പോൾ ഇവിടെ രാഷ്ട്രീയക്കാരുടെയും ഒക്കെ എക്സ്പെക്ടേഷൻസ് വളരെ വലുതാണ്. ഒരു രോഗി ആശുപത്രിയിൽ എത്തിയാൽ എന്തായാലും രക്ഷപ്പെടും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ അത് ഒരിക്കലും ഉണ്ടാവണമെന്നില്ല. അത് ഇന്ന് പണ്ടുമില്ല ഇപ്പോഴുമില്ല. നമുക്ക് പല കോംപ്ലിക്കേഷൻസ് രോഗികൾക്ക് ഉണ്ടാവാം. അതുകൊണ്ട് രോഗിക്ക് എന്തെങ്കിലും പറ്റിയാൽ ഉടനെ ചികിത്സാ പിഴവ് എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ മൊറലിനെ, ഡോക്ടർമാരുടെ മനോവീര്യത്തിന് അത് വളരെ ആഘാതം സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഡിഫെൻസീവ് പ്രാക്ടീസ് ഇപ്പോൾ പല സ്ഥലത്തും നടക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ PSCയിലേക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന കേസ് താലൂക്കിലേക്ക് വിടും, താലൂക്കിലേക്ക് ഇടേണ്ടി വരുന്നത് ചിലപ്പോൾ ജില്ലാ ആശുപത്രിക്ക് വിടും, ജില്ലാ ആശുപത്രിയിൽ ചെയ്യാവുന്ന മെഡിക്കൽ കോളേജിലേക്ക് വിടും, മെഡിക്കൽ കോളേജിലേക്ക് എങ്ങോട്ടും വിടാൻ പറ്റാത്തതുകൊണ്ട് അവർ അവിടെ തന്നെ വെക്കും. ആ രീതിയിലുള്ള ഡിഫെൻസീവ് പ്രാക്ടീസ് പോലും ഇപ്പോൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം വെട്ടാനൊക്കെ ആളുകൾ വരുന്നു. എല്ലാം ചികിത്സാ പിഴവ് എന്ന് പറയുന്നു. അങ്ങനെ നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡോക്ടർമാര്
ചികിത്സ കുറച്ച് ഡിഫൻസീവ് പ്രാക്ടീസിലേക്ക് പോവുകയും ഇത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല, പറ്റുന്ന കാര്യങ്ങളടക്കം എന്തിനാണ് നമ്മുടെ സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്, അപ്പോൾ എന്തുകൊണ്ട് ഈ വളരെ ബുദ്ധിമുട്ടി നമ്മൾ ചെയ്യണം, നമുക്ക് അടുത്തുള്ള ഇതിലേക്ക് വിടാമെന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഡിഫൻസീവ് പ്രാക്ടീസാണ് നടക്കുന്നത്. അതുകൊണ്ട് ഡോക്ടർമാരുടെ കൂടെ സമൂഹം നിന്നില്ലെങ്കിൽ എല്ലാത്തിനും ഡോക്ടർമാരെ ചീത്ത പറയുക. ഇപ്പോൾ രാഷ്ട്രീയക്കാരും ഇപ്പോൾ 2 ഇലക്ഷൻ വരാൻ പോകുന്നതുകൊണ്ട് സർക്കാരും ഡോക്ടർമാരെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർമാർ ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നാൽ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനം ഇനിയും മോശമായിക്കൊണ്ടിരിക്കും. ആരും കരുതിക്കൂട്ടി ഒരു പിഴവും നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. പ്രത്യേകിച്ച് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർ, ഞാൻ മാത്യു അയ്യപ്പ ഡോക്ടറിന്റെ പേര് എടുത്തെടുത്ത് പറയാനുള്ള കാരണം അതുകൊണ്ടാണ്, നമുക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ്. സൗകര്യങ്ങൾ കുറവില്ലാതെയാണ് അവർ ജോലി ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അവിടുത്തെ HOD പേര് എടുത്തെടുത്ത് പറയുന്നത് കൊണ്ടാണ്, അത്രയും ബോധ്യമുള്ളതുകൊണ്ടാണ്. ഡോക്ടർ, ഇവിടെ ഈ ഭാര്യ സിന്ധു കള്ളം പറയേണ്ട കാര്യമില്ല. ഭാര്യ സിന്ധു പറയുകയാണ് അങ്ങോട്ട് പോയപ്പോഴേക്കും പോയ ദിവസം തന്നെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒക്കെ നമുക്ക് ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറയുന്നത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണല്ലോ ഈ ഓഡിയോ ക്ലിപ്പിൽ ഇദ്ദേഹം പറയുന്നത് ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി വന്നതാണ്, ഗുരുതരാവസ്ഥയിൽ വന്നു. നോക്കൂ ഡോക്ടർ, രോഗിയായിട്ട് അവിടെ വന്നു, രക്ഷപ്പെടാവുന്ന വിശ്വാസത്തിൽ വന്നു. ആ വിശ്വാസനഷ്ടത്തിന്റെ വേദനയിൽ തീവ്രാനുഭവത്തിൽ മരിച്ചുപോയൊരു മനുഷ്യൻ, ആ മനുഷ്യൻ കേരളത്തിന് മുന്നിൽ നിൽക്കുകയാണ്. കേൾക്കാതിരിക്കാൻ പറ്റുമോ? അതുകൂടെ ഞാൻ പറയാം. ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ലൈഫ് സേവിംഗ് ആണ്. പെട്ടെന്ന് തന്നെ അറ്റാക്ക് വന്ന ഉടനെ തന്നെ എത്രയും പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ ഹാർട്ടിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല, ആൾക്ക് പൂർണ്ണ ആരോഗ്യമായിട്ട് നടത്താം. അതിനാണ് എപ്പോഴും നമ്മളെല്ലാം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രയോറിറ്റി കൊടുക്കുക. പിന്നെയുള്ള ആൻജിയോഗ്രാം എന്തിനാ ചെയ്യുന്നത്? എത്ര ബ്ലോക്ക് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് മെഡിക്കൽ ചികിത്സ മതിയോ ബൈപ്പാസ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനാണ്. അതിന് സമയം എടുക്കാം, അത് തെറ്റില്ല, സമയം എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ആ സമയം എടുക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരു ഹൃദയാഘാതം വന്ന് മരിച്ചുപോയി. അങ്ങനെ ഒരു കാർഡിയോളജിയുടെ കീഴിൽ ഇരിക്കുന്ന ഒരു രോഗി മരിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേസ് ഷീറ്റ് നോക്കിയിട്ടൊന്നുമല്ല പറയുന്നത്, ഇതുപോലെയുള്ള പല കേസുകൾ ഞാൻ നോക്കി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ആൻജിയോഗ്രാം ഒരു എമർജൻസി ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല രോഗി വന്നിരിക്കുന്നത്. അപ്പൊ പ്ലാൻഡ് ആൻജിയോഗ്രാം ആണ് ചെയ്യുന്നത്. അപ്പൊ ആകെ 20 ആൻജിയോഗ്രാം മാത്രമേ നമ്മുടെ അവിടെ കാത്ത് ലാബിൽ ചെയ്യാൻ പറ്റുള്ളൂ തിരുവനന്തപുരത്ത്. അപ്പൊ എമർജൻസിക്ക് പ്രയോറിറ്റി കൊടുക്കും. എമർജൻസി ചെയ്തു കഴിഞ്ഞാൽ ആ രോഗിക്ക് പൂർണ്ണമായിട്ട് രക്ഷപ്പെടും. എന്നാൽ പ്ലാൻഡ് ആൻജിയോഗ്രാം അത്ര തന്നെ എമർജൻസി അല്ലാത്തത് കൊണ്ട് പ്രയോറിറ്റി കൊടുക്കില്ല. അപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരാൾക്ക് ഡേറ്റ് കൊടുത്താൽ ഒരുപാട് എമർജൻസി കേസുകൾ വേറെ വന്നു കഴിഞ്ഞാൽ മാറ്റേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് എല്ലാ റിസോഴ്സ് ലിമിറ്റഡ്. ഈ മനുഷ്യൻ നെഞ്ചുവേദന എന്നുള്ളത് അറ്റാക്ക് ആണോ എന്ന കാര്യം അറിയില്ല. അറ്റാക്ക് ആണെങ്കിൽ കൊല്ലത്തുനിന്ന് അത്രയും ദൂരത്തിൽ ട്രിവാൻഡ്രം വരെ എത്തുമോന്ന് അറിയില്ല. ട്രിവാൻഡ്രം വരെ എത്തിയ ആൾക്ക് ആൻജിയോഗ്രാമാണ് അവിടെ കൊല്ലത്ത് നിർദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ആൻജിയോഗ്രാം നടത്താം എന്ന് പറയുകയും നടത്താതിരിക്കുകയും ചെയ്യുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ഇവരോട് കൃത്യമായി ഡോക്ടർമാർക്ക് പറഞ്ഞാൽ എന്താണ് കുഴപ്പം? ഒന്നുമല്ലെങ്കിൽ എന്റെ അവസ്ഥ ഇതാണ് എന്ന അറിവില്ലെങ്കിൽ എന്ന ബോധത്തിലെങ്കിലും ആ മനുഷ്യൻ മരിച്ചു പോകില്ലേ? ഞാൻ പറയാം, ഒരു ദിവസം 500-600 രോഗികളെ കാണുമ്പോൾ ഒരു 10 മിനിറ്റ് എടുത്ത് സംസാരിക്കാൻ ഡോക്ടർമാർക്ക് സമയം ഉണ്ടാവില്ല. അതിന് വേണം വേറെ ആളുകളെ നിയമിക്കേണ്ടി വരും. നമ്പർ 1 കേരളമാകുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 10 പേഷ്യന്റിന് വേണ്ടി ഒരാളെന്ന നിലയിൽ ഒരു PRO മാതിരി കാര്യങ്ങൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കും. ഞാൻ സ്വകാര്യ മേഖല ഡോക്ടർ പറഞ്ഞു ഇപ്പൊ സ്വകാര്യ മേഖലയിൽ നമുക്ക് ഒരു രോഗിയുടെ രോഗം കണ്ടുപിടിക്കാൻ 2 മിനിറ്റ് മതി. പക്ഷെ അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ 15-20 മിനിറ്റ് നമ്മൾ എടുക്കാറുണ്ട്. നമുക്ക് അത്ര സമയമുണ്ട്, അത്ര പേഷ്യൻസ് നമ്മൾ നോക്കുന്നില്ല. പക്ഷെ അവിടെ അതിന് അത്ര സമയമില്ല. അപ്പൊ സമയമില്ലാത്തൊരു ആരുടെയും കുറ്റമല്ല, അത്രയധികം രോഗികൾ കയറി വരുന്നുണ്ട്. അപ്പൊ ആരോഗ്യം നല്ലതാണ്, ആരോഗ്യ മേഖല വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിച്ച ആളുകൾ വരുന്നുണ്ട്. ഓക്കെ, വരുന്നത് നല്ലത് തന്നെ. പക്ഷെ അതിനുള്ള സംവിധാനം ശരിയാണ്. ആ സംവിധാനം ഉണ്ടാവണമെന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കിഫ്ബിയെ പറ്റി പറയുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കണമെന്നേ. നമ്മൾ കിഫ്ബിയുടെ ഒരുപാട് മീനി നടിക്കുന്നില്ലേ? ഉണ്ടാക്കണം. അത് എന്നിട്ടാണോ നമ്മൾ പറയേണ്ടത് ഇതാണ് നമ്പർ 1 ആരോഗ്യ കേരളം, അമേരിക്കയേക്കാൾ മെച്ചപ്പെട്ട ആളുകളാണ് വേണ്ടത്. കാര്യങ്ങളൊക്കെ ഡോക്ടർമാര് PSC ലിസ്റ്റ് ഉണ്ട്, കാർഡിയോളജി PSC ലിസ്റ്റ് ഉണ്ട്, അതിൽ നിയമിക്കുന്നില്ല. ശരി, അത് നടപ്പാക്കിയിട്ട് വേണം പറയാൻ നമ്മൾ അമേരിക്കയെ വെല്ലുന്ന ആരോഗ്യ സംവിധാനമാണ് എന്ന് പറയണമെങ്കിൽ നമുക്കത് പറയാനുള്ള ധാർമ്മിക അവകാശം ഉണ്ടാവണം. പക്ഷേ എം കെ ഹരിദാസ്, ഇവിടെ ആരോഗ്യ സംവിധാനത്തിന്റെ പിഴവ് എന്ന് പറയുമ്പോൾ അതിന് വില കൊടുക്കേണ്ടി വരിക ഒരു ജീവനായിരിക്കാം, അടുത്ത പിഴവിന് അടുത്ത ജീവനായിരിക്കാം, അടുത്ത പിഴവിന് ഒരു കൈയായിരിക്കാം, അടുത്ത പിഴവിന് നെഞ്ചിനകത്തിരിക്കുന്ന ഒരു കോടുവയറായിരിക്കാം. അതുകൊണ്ട് ഈ പിഴവുകൾ, ഞാനിപ്പോഴും പറയുന്നത് കേരളം എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമാണ്, നോ ഡൗട്ട്. എല്ലാ സംസ്ഥാനങ്ങളും വെച്ച് നോക്കിയാൽ ഏറ്റവും 1-ാം നമ്പർ നിൽക്കുന്ന 1-ാം നമ്പർ തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അവിടെ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ ജീവനെടുക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ കൈയില്ലാതാക്കുന്നുണ്ട്. ആ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ പ്രശ്നമുണ്ടെന്ന് അംഗീകരിക്കണം. അംഗീകരിക്കൽ എപ്പോൾ ഇനിയും സംഭവിക്കും? ശ്രീ ഹരിദാസ്. എനിക്ക് ഡോക്ടർ അരുണിനോട് പറയാനുള്ളത്, അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കുക. എനിക്ക് 65 വയസ്സ് പ്രായമുണ്ട്.
അതിലൊരു 50 വർഷമായിട്ട് ഇത്തരം കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന ഞാൻ ഇവിടുത്തെ മെഡിക്കൽ നെഗ്ലിജൻസി കൊണ്ട് ഒരു സാധാരണക്കാരനായ നികുതിദായകൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിനെ ഒരു ഡോക്ടറും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല സാർ. ഒരു ഡോക്ടറെയും ജയിലിലിട്ടിട്ടില്ല. ഒരു ഡോക്ടറിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങിയിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ പ്രസീതെ പോലുള്ളവർക്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ, ഞങ്ങളുടെ നികുതിപ്പണം ശമ്പളമായി വാങ്ങുന്നവർ ആതുരശാലകൾ അറവുശാലകളാക്കിയിട്ട് അവിടെ വരുന്നവരുടെ ജീവൻ അപഹരിക്കത്തക്ക തോതിലുള്ള ചികിത്സ നടത്തുന്നുവെങ്കിൽ അതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് അവരുടെ മനോവീര്യം പോകുന്നുവെങ്കിൽ അത് പോകട്ടെ സാർ. അതിന് പോലുമുള്ള അവകാശമില്ലെങ്കിൽ എന്ത് നികുതിദായകരാണ് ഞങ്ങൾ? പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ ചെല്ലുന്നവരെ ഇടിച്ച് അവൻ്റെ ജീവൻ എടുക്കുന്ന പോലീസുകാരെ വിമർശിച്ചു കഴിഞ്ഞാൽ അവരുടെ മനോവീര്യം തകരും. ആശുപത്രിയിൽ പോകുന്ന രോഗി എന്ത് ചെയ്യണം? വോയിസ് റെക്കോർഡ് ചെയ്ത് പോകേണ്ട അവസ്ഥയിലേക്ക് ഇവിടുത്തെ ആരോഗ്യരംഗം എത്തിയെങ്കിൽ അതിനെ വിമർശിക്കുമ്പോൾ താങ്കളെപ്പോലുള്ളവർ പറയരുത് ഡോക്ടർമാരുടെ മനോവീര്യം. എന്ത് ഡോക്ടർമാരുടെ മനോവീര്യം? ഇവിടുത്തെ എത്ര ഡോക്ടർമാരാൽ അവരുടെ അശ്രദ്ധ കൊണ്ട് എത്ര പേര് മരിച്ചിട്ടുണ്ട്, എത്ര പേരെ ശിക്ഷിച്ചിട്ടുണ്ട്? താങ്കൾക്കൊന്ന് വിരൽ മടക്കാൻ പറ്റുമോ? ഒരാളെയും ശിക്ഷിച്ചിട്ടില്ല. ഇവിടെ മെഡിക്കൽ സൂപ്രണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് വിശ്വാസം ഞങ്ങളുടെ ഇവിടുത്തെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് എന്നുള്ളത്. ആ വിശ്വാസത്തിൻ്റെ പേരാണ് ഞാൻ പറയുന്നത്. ഒരു ഡോക്ടറും ഇവിടെ, അത് നമ്മുടെ സ്വകാര്യ മേഖലയിലായാലും സർക്കാർ മേഖലയിലായാലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല, ശിക്ഷിക്കപ്പെടില്ല എന്നുള്ള ധൈര്യമാണ് സാർ ആ ചിരി. കേരളത്തെ നോക്കിയിട്ട് പുച്ഛിച്ചിട്ടുള്ള ചിരിയുണ്ടല്ലോ, ആ ഇഡിയറ്റ്, ഞാൻ പറയാൻ പാടില്ലെങ്കിലും പറയുകയാണ്, ആ ഇഡിയറ്റ് ചിരിച്ചിട്ടുള്ളത് 3,40,00,000 ജനങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുകയാണ്? ഈ പ്രസീതയോട് ചോദിക്കുകയാണ്. ഈ പ്രസീതയ്ക്ക് നമ്മുടെ റെജി ലൂക്കോസ്, ഈ പ്രസീതയ്ക്ക് ഒരു 1000 രൂപ വെച്ച് മാസം കൊടുക്കാനുള്ള ഉത്തരവ് ഇറക്കുന്നോ എന്ന് അന്വേഷിക്കാൻ ഒരു സാമൂഹ്യ പ്രവർത്തകനായ LDF സഹയാത്രികൻ വേണ്ടി വന്നു പറഞ്ഞാൽ എവിടേക്കാണ് ശ്രീ റെജി ലൂക്കോസ് ഈ പോക്ക്? ഈ എന്തുകൊണ്ട് ഒരു 50,000 രൂപ പ്രാഥമികമായിട്ട് 1.5 കോടി രൂപ ചെലവാക്കിയിട്ട് ഇവിടെ അതിദരിദ്രരില്ല എന്ന് പ്രഖ്യാപിക്കാമെങ്കിൽ 2.5 കോടി ചെലവാക്കിയിട്ട് ഒരു സിനിമാ നടന് സ്വീകരണം നൽകാമെങ്കിൽ ഒരു 50,000 രൂപ ഈ പാവപ്പെട്ട പ്രസീതയ്ക്ക് കൊടുത്താൽ എന്താണ് റെജി ലൂക്കോസ് അതിൽ നഷ്ടപ്പെടാൻ പോകുന്നത്? അത് കൊടുക്കാത്ത ആ രീതിയുണ്ടല്ലോ. ഇവിടെ 468 കോടി രൂപ മെഡിക്കൽ, അതായത് മരുന്ന് സപ്ലൈ ചെയ്ത കമ്പനികൾക്ക് വീഴ്ച വരുത്തി ഡ്യൂ വരുത്തിയിട്ടുള്ള ഈ സമ്പ്രദായമുണ്ടല്ലോ, ആ സമ്പ്രദായത്തോടാണ് സാർ ഞങ്ങൾ ഈ സംസാരിക്കുന്നത്. ആ സമ്പ്രദായം ഇവിടുത്തെ ആരോഗ്യവകുപ്പ് നമ്പർ 1 ആയിരിക്കാം, പക്ഷേ ആവശ്യത്തിന് മരുന്നില്ല, പഞ്ഞിയില്ല, ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, സൂചിയില്ല, നൂലില്ല. ഇത് വിളിച്ചു പറയുന്നത് എന്നെ പോലുള്ള സാമൂഹ്യ പ്രവർത്തകരല്ല. താങ്കളിപ്പോൾ എന്താ പറഞ്ഞത്? 19 ഡോക്ടർ വേണ്ടിയിടത്ത് 5 ഡോക്ടറേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വിമർശിക്കും, ഇത് നമ്പർ 1 ആരോഗ്യ കേരളമാണെന്ന്. ഹാഷ്മി എത്ര സർട്ടിഫിക്കറ്റ് നൽകിയാലും നികുതി കൊടുക്കുന്ന ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പറയും ആരോഗ്യ രംഗത്ത് നമ്മൾ പറയുന്ന പോലെ ഒരു പിഴവിന് അവിടുത്തെ ആ മേഖല ഒരു പിഴവ് മറ്റു മേഖലയിലെ പിഴവ് പോലെയല്ല, ഒരു കമ്പ്യൂട്ടർ പോലെയല്ല. അവിടെ ഒരു പിഴവുണ്ടായാൽ ചിലപ്പോൾ നഷ്ടമാകുന്നത് ഈ പറയുന്ന വേണുവിനെ പോലൊരു മനുഷ്യ ജീവനായിരിക്കാം. ആ ശബ്ദരേഖ കേൾക്കുന്ന രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? സമാധാനം ഉറങ്ങാൻ പറ്റുമോ? ഇവിടെ പ്രസിദ്ധീകരിപ്പുണ്ട്. 5 പൈസ സർക്കാർ അനാസ്ഥയിൽ കൈ നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ്. 5 സഹായം ആ വീടിന് കിട്ടിയിട്ടില്ല. ഇനിയെങ്കിലും ആ അമ്മയെ സഹായിക്കണം എന്ന അഭ്യർത്ഥനയാണ് സർക്കാരിനോട്. അഭ്യർത്ഥനയോട് എൻകൗണ്ടർ പൂർണ്ണമാവുന്നു. എല്ലാ പ്രേക്ഷകർക്കും ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.